കാറ്റഗറി നമ്പർ 521/2023. അസിസ്റ്റന്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് നടത്തിയിട്ടുള്ള കേരള PSC എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കഷൻ ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് P, Q, R are subsets of a set A, then R cross P complement union Q complement all complement എന്താണ് ചോദിച്ചുള്ളത്? ഈക്വൽ ടു. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് ആർ ക്രോസ് പി കോംപ്ലിമെന്റ് യൂണിയൻ ക്യൂ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനെ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് എന്തായിട്ട് എടുക്കാം? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിമോർഗൻസ് ലോ പ്രകാരം എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താണ്? പി കോംപ്ലിമെന്റ് യൂണിയൻ ക്യൂ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് ആണ്. സോ പി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ക്യൂ കോംപ്ലിമെന്റ് അഥവാ നമുക്ക് എന്ത് കിട്ടും? പി ഇന്റർസെക്ഷൻ ക്യൂ എന്ന് കിട്ടും അല്ലെ. സോ നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ആർ ക്രോസ് പി ഇന്റർസെക്ഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആർ ക്രോസ് പി ഇന്റർസെക്ഷൻ ആർ ക്രോസ് ക്യൂ എന്ന് വരും അല്ലെ. സോ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ വരും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എ ബി ആൻഡ് സി ആർ നോൺ എംപ്റ്റി സെറ്റ്സ്, ദെൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഈക്വൽ ടു. അപ്പോൾ നമ്മളിവിടെ നോക്കുക, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഞാൻ ഇവിടെ സെറ്റ് വരച്ച് റെപ്രസെന്റ് ചെയ്യാണ്. ഫസ്റ്റ് സെറ്റ് എ ആണ്, രണ്ടാമത്തെ സെറ്റ് ബി ആണ്. സോ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് മാത്രം വരും അല്ലെ, എ എന്ന് ബി കുറക്കുന്നത്. ഇനി ബി മൈനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? എ ബി, ബിന്ന് നമ്മൾ എ കുറക്കുന്നു, അഥവാ ഇങ്ങനെ വരും. അപ്പം ഇതിന്റെ രണ്ടിനും കൂടെ യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എന്ന് ബി കുറക്കുന്നത്, അതേപോലെ ബിന്ന് എ കുറക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സിമ്മട്രിക് ഡിഫറൻസ് ആണ് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ യൂണിയൻ ബി, അഥവാ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വരും അല്ലെ. ഇതൊന്ന് എന്ത് കുറക്കുക? ഇതൊന്ന് ഈ കോമൺ ആയിട്ടുള്ള ഏരിയ കുറച്ചാൽ മൈനസ് എ ഇന്റർസെക്ഷൻ ബി ഉണ്ടോ. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ വരും അല്ലേ, ഇങ്ങനെ വരും. സോ നമ്മുടെ ആൻസർ എന്ത് വരും? എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലെറ്റ് ആർ ബി ദ റിലേഷൻ ഓൺ ദ സെറ്റ് ആർ ഓഫ് ആൾ റിയൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ബൈ എ റിലേഷൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് മോഡ് എ മൈനസ് ബി ലെസ് താൻ ഓർ ഈക്വൽ ടു 1, ദെൻ ആർ ഈസ്. അതിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട് റിഫ്ലെക്സീവ്, രണ്ട് സിമ്മട്രിക്. അപ്പോൾ നോക്കുക, ഇത് റിഫ്ലെക്സീവ് ആണോ സിമ്മട്രിക് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. റിഫ്ലെക്സീവ് നമുക്ക് ഓൾവേസ് അറിയാം. നമ്മൾ ഇവിടെ മോഡ് എ മൈനസ് ബി എന്നുള്ളിടത്ത് നമുക്ക് ഐദർ എ ഓർ ബി എടുക്കുക അല്ലെ. സോ മോഡ് എ മൈനസ് എ ലെസ് താൻ ഓർ ഈക്വൽ ടു 1. ഇത് ഓൾവേസ് ട്രൂ ആയിരിക്കും അല്ലെ, കാരണം എ മൈനസ് എ എന്ന് പറയുമ്പോൾ ഓൾവേസ് നമുക്ക് എന്ത് കിട്ടും? അത് എന്റെ സപ്പോസ് എന്റെ വാല്യൂ 5 എടുത്തു കഴിഞ്ഞാൽ 5 മൈനസ് 5 0 വന്നു. മോഡ് 0 മീൻസ് 0 ലെസ് താൻ ഓർ ഈക്വൽ ടു 1. അത് ഓൾവേസ് ട്രൂ ആണല്ലോ. സോ അതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഇനി മോഡ് എ മൈനസ് ബി ലെസ് താൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ മോഡ് ബി മൈനസ് എയും ലെസ് താൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം എന്താണ്? നമ്മളിവിടെ മോഡാണ് ചെയ്യുന്നത്. മോഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എ മൈനസ് ബി നമുക്ക് പോസിറ്റീവ് ആണ് കിട്ടുന്നെങ്കിലും ബി മൈനസ് എ ഒരു പക്ഷെ നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ അതിന്റെ മോഡ് വരുമ്പോൾ എന്താവും? അത് പോസിറ്റീവ് തന്നെയാവും. അഥവാ ഇവിടെ കിട്ടുന്ന എന്താണോ നമ്പർ അത് തന്നെയാണ് താഴെ വരുന്നത് അല്ലെ. മോഡ് എ മൈനസ് ബി എന്താണോ കിട്ടുന്നത് അത് തന്നെയായിരിക്കും മോഡ് ബി മൈനസ് എയും കിട്ടുക. സോ രണ്ടും എന്തായിരിക്കും? ലെസ് താൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അഥവാ മോഡ് എ മൈനസ് ബി ലെസ് താൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ മോഡ് ബി മൈനസ് എയും ലെസ് താൻ ഓർ ഈക്വൽ ടു 1 ആണ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? സിമ്മട്രിക് എന്ന് പറയാം അല്ലെ. സോ ഇതെന്താണ്? ബോത്ത് 1 and 2 ആർ ട്രൂ ആണ്, അഥവാ റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക്കും ആണ്. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലെറ്റ് n denote the set of natural numbers and r be the relation on n cross n defined by a comma b r c d if ad into b plus c equal to bc into a plus d, then r is. ഇപ്പൊ നോക്കുക, നമ്മൾ പറഞ്ഞത് എന്താണ്? ഇവിടെ n ഡിനോട്ട് ചെയ്യുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്.
ആർ എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻ ആണ് അതിലുള്ള എൻ ക്രോസ് എൻ നിന്നാണ് നമ്മൾ ആ റിലേഷൻ എടുത്തിട്ടുള്ളത്. ആ റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് എ റിലേഷൻ ബി ആർ സി സോറി എ കോമ ബി ആർ സി കോമ ഡി ആണ്. അത് എപ്പോഴാണ് ആവുന്നത്? ഇഫ് എ ഡി ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു ബി സി ഇൻറ്റു എ പ്ലസ് ഡി. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആറ് റിഫ്ലെക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുക, ആദ്യം ഈ ഒരു കണ്ടീഷൻ നോക്കുക. നമ്മൾ ഈ കണ്ടീഷൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ കണ്ടീഷൻ എടുക്കുന്നു, എന്നിട്ട് അതിന്റെ രണ്ട് സൈഡിലും എ ബി സി ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് വരും? എ ഡി, ഞാൻ ഇത് അതേപോലെ എടുത്ത് ചെയ്താണ്, എ ഡി ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു ബി സി ഇൻറ്റു എ പ്ലസ് ഡി. ഞാൻ രണ്ടിനെയും എന്ത് ചെയ്യാണ്? എ ബി സി ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. എ ബി സി ഡി, ഇവിടെയും എ ബി സി ഡി. രണ്ട് സൈഡും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കുഴപ്പമില്ലല്ലോ, ഈക്വൽ ആണ്. സോ ഇവിടെ എ ഡി രണ്ടും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ബിയും സിയും ഉണ്ട്, ഇവിടുത്തെ ബിയും സിയും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് വരും? ബി പ്ലസ് സി ഡിവൈഡ് ബൈ ബി സി എന്ന് വരും അല്ലെ? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് വരും? എ പ്ലസ് ഡി ഡിവൈഡ് ബൈ എ ഡി എന്ന് വരും അല്ലെ? ഇനി നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ അപ്പൊ ബി പ്ലസ് സി ബൈ ബി സി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ബി ബൈ ബി സി പ്ലസ് സി ബൈ ബി സി ഈക്വൽ ടു എ ബൈ എ ഡി പ്ലസ് ഡി ബൈ എ ഡി. ഇനി നോക്കുക, ഇവിടെ നമുക്ക് ബിയും ബിയും ക്രോസ് ചെയ്യാം, ഇവിടെ നമുക്ക് സിയും സിയും ക്രോസ് ചെയ്യാം അല്ലെ? ഇവിടെ നമുക്ക് എയും എയും ക്രോസ് ചെയ്യാം, ഇവിടെ നമുക്ക് ഡിയും ഡിയും ക്രോസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ അത് എഴുതുമ്പോൾ 1/c പ്ലസ് 1/b ഈക്വൽ ടു 1/d പ്ലസ് 1/a അല്ലെ? അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇഫ് എ കോമ ബി അഥവാ ഇഫ് എ കോമ ബി റിലേഷൻ സി കോമ ഡി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇഫ് ആൻഡ് ഓൺലി ഇഫ് 1/a പ്ലസ് 1/b ഈക്വൽ ടു 1/c പ്ലസ് 1/d എന്ന് പറയാൻ പറ്റും അല്ലെ? ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, ആദ്യം റിഫ്ലെക്സീവ് ആണോ. നമ്മൾ റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു പോർഷൻ മാത്രം എടുക്കുന്നു. അഥവാ ഈ ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ 1/a പ്ലസ് 1/b ഈക്വൽ ടു 1/a പ്ലസ് 1/b അല്ലെ? അപ്പം 1/a പ്ലസ് 1/b കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 1/a പ്ലസ് 1/b തന്നെ കിട്ടുന്നത്. സോ നമുക്ക് LHS RHS ഈക്വൽ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ പറ്റും അല്ലെ? ഇത് റിഫ്ലെക്സീവ് ആണ്. ഇനി സിമെട്രിക് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം? നമുക്കറിയാം, ഇഫ് എ ബി ആർ സി ഡി ആണെങ്കിൽ സി ഡി ആർ എ ബിയും വരണം. അഥവാ എങ്ങനെയാണ് സിമെട്രിക് പ്രൂവ് ചെയ്യുക? എ കോമ ബി ആർ സി കോമ ഡി ആണെങ്കിൽ ഇതിന്റെ സിമെട്രിക് എങ്ങനെയാവും? ദെൻ സിമെട്രിക് ആണെങ്കിൽ സി കോമ ഡി ആർ എ കോമ ബി ആവണം. അഥവാ നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ പറ്റും? 1/a പ്ലസ് 1/b ഈക്വൽ ടു 1/c പ്ലസ് 1/d അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഈ ഒരു പോർഷൻ എ ബി ആർ സി ഡി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പോർഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/c പ്ലസ് 1/d ഈക്വൽ ടു 1/a പ്ലസ് 1/b അല്ലെ? അപ്പൊ ഇത് നമുക്ക് അറിയാം ഈക്വൽ ആണെന്നുള്ളത്. അഥവാ ഇത് തിരിച്ചെഴുതി കഴിഞ്ഞാലും ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സിമെട്രിക് ആണ് അല്ലെ? ഇനി നമുക്കിത് ട്രാൻസിറ്റീവ് ആണോ നോക്കണം. ട്രാൻസിറ്റീവ് ആണോ നോക്കണമെങ്കിൽ നമുക്കറിയാം, ഒരു ഒരു റിലേഷൻ കൂടെ വരണം. അഥവാ എ കോമ ബി ആർ സി കോമ ഡി, അതേപോലെ തന്നെ സി കോമ ഡി ആർ ഇ കോമ എഫും ആണെങ്കിൽ എ കോമ ബി ആർ ഇ കോമ എഫ് ആയിരിക്കണം എന്നുള്ളതാണ്. അതാണല്ലോ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമ്മൾ ഇവിടെ ഈ എ കോമ ബി ആർ സി കോമ ഡി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/a പ്ലസ് 1/b ഈക്വൽ ടു 1/c പ്ലസ് 1/d ആണ് അല്ലെ? ഇനി ഇവിടെ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സി ഡി ആർ ഇ എഫ് എന്ന് പറയുമ്പോൾ 1/c പ്ലസ് 1/d ഈക്വൽ ടു 1/e പ്ലസ് 1/f. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ബി ആർ ഇ എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും? അപ്പൊ നോക്കുക, 1/a പ്ലസ് 1/bയും 1/c പ്ലസ് 1/dയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താലും ഈ 1/c പ്ലസ് 1/d എന്നത്
ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ തന്നെയാണല്ലോ 1/c+1/d. അപ്പം ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇതിന് ഈക്വലന്റ് ആയുള്ള 1/a+1/b അല്ലേ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും? അഥവാ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ LHS, അവിടെ നമ്മൾ 1/c+1/d എന്ന് പറഞ്ഞാൽ ഈ LHS, ഈ LHS ഇതിന്റെ ഈക്വലന്റ് ആയുള്ള ഇത് കൊടുക്കണം, 1/a+1/b. അപ്പൊ നമുക്ക് എന്ത് വരും? 1/a+1/b ഈക്വൽ ടു 1/e+1/f. ഇതാണല്ലോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ABREF എന്ന് പറഞ്ഞാല് ഇതാ AB ഇവിടെ വന്നു, REF ഇവിടെ വന്നു. സോ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രൂവ് ചെയ്തു അത് ട്രാൻസിറ്റീവ് ആണ്. അപ്പം സിമെട്രിക് ആണ്, റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ, ആ റിലേഷൻ എന്തായിരിക്കും? അത് ഈക്വലൻസ് റിലേഷൻ ആയിരിക്കും. സോ ആൻസർ വരുന്നത് D ആണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n, the expression 4n plus 15n minus 1 is. നമ്മൾ നമ്മുടെ എക്സ്പ്രഷൻ ഇതാണ്, 4n plus 15, സോറി 4n അല്ല, 4n plus 15n minus 1. അപ്പൊ ഇവിടെ നമ്മൾ n-ന് 1 കൊടുക്കുക. n-ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? n ഈക്വൽ ടു 1 ആണെങ്കിൽ then 4 plus 15 minus 1 വരും അല്ലെ? നമുക്ക് എന്ത് വരും? 15 4 19 നിന്ന് പോയാൽ 18. ഓക്കെ, അപ്പൊ 18 നോക്കുക, ഡിവിസിബിൾ ബൈ 3 ആണ്, ഡിവിസിബിൾ ബൈ 9 ആണ്. ഇനി നമ്മൾ 2 കൊടുത്തു നോക്കുക. n-ന് നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 4 സ്ക്വയർ പ്ലസ് 15 ഇൻറ്റു 2 പറയുമ്പോൾ 30 മൈനസ് 1 ഈക്വൽ ടു എന്ത് വരും? 16 പ്ലസ് 30 മൈനസ് 1. അപ്പൊ നമുക്ക് എന്ത് വരും? 45 വരും അല്ലെ? 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് 3-ന്റെയും 9-ന്റെയും ഡിവിസിബിൾ ആണ് അല്ലെ? സോ നമുക്ക് ഇന്ന് എന്ത് ജനറലൈസ് ചെയ്യാൻ പറ്റും? ബോത്ത് 1 and 2 ആർ ട്രൂ ആയിരിക്കും. ഇതേപോലെ നമുക്ക് n-ന്റെ വാല്യൂ 3 കിട്ടുമ്പോൾ 4 കിട്ടുമ്പോഴൊക്കെ നമുക്ക് കിട്ടും. സോ ബോത്ത് 1 and 2 ആർ ട്രൂ ആണ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, n-ന്റെ വാല്യൂ 3ഉം 4ഉം കൊടുത്ത് നോക്കുമ്പോൾ നമുക്കത് കിട്ടുന്നുണ്ടാവും. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. A random variable x has the following distribution. x equal to x എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അതിന്റെ വാല്യൂസ് 1ഉം 2ഉം 3ഉം 4ഉം ആണ്. അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ k, 2k, 3k, 4k ആണ്. അങ്ങനെയാണെങ്കിൽ p of x less than 3 is. ഇതാണ് നമുക്ക് കാണേണ്ടത് അല്ലെ? സോ നമുക്ക് ഇവിടെ എങ്ങനെ പറ്റും? നമുക്കറിയാം പ്രോബിലിറ്റി ഓൾവേസ് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ? അഥവാ p of x equal to 1 plus p of x equal to 2 plus p of x equal to 3 plus p of x equal to 4. അതാണല്ലോ ഈ ഒരു റോ എന്ന് പറഞ്ഞാല്. അത് ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അതും ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? k പ്ലസ് 2k പ്ലസ് 3k പ്ലസ് 4k ഈക്വൽ ടു 1 ആണ്. ഇത് k എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10k അല്ലെ? 10k ഈക്വൽ ടു 1 ആണ്. k ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് 1/10 കിട്ടും. ഓക്കെ, അപ്പൊ k-ന്റെ വാല്യൂ നമുക്ക് 1/10 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ k കൊടുത്താൽ മതി. അപ്പം x ലെസ് ദാൻ 3 എന്ന് പറയുന്ന കണ്ടീഷൻ ഏതൊക്കെയാണ്? x-ന്റെ വാല്യൂ 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, ഇത് രണ്ടും മാത്രമാണ്. അഥവാ അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്താൽ പറ്റും? p of x ലെസ് ദാൻ 3 ഈക്വൽ ടു എന്തൊക്കെയാ വരുന്നത്? p of x ഈക്വൽ ടു 1 പ്ലസ് p of x ഈക്വൽ ടു 2. ഇത് രണ്ടുമാണ് x ലെസ് ദാൻ 3 വരുന്നത് അല്ലെ? അത് നമുക്ക് എന്തൊക്കെയാ വരുന്നത്? k-യും പ്ലസ് 2k-യും ആണ് വരുന്നത്. അതാണ് നമുക്ക് എന്ത് വരും? 3k എന്ന് വരും. k എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ? k എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10 ആണ്. സോ 3 ഇൻറ്റു 1/10 ഈക്വൽ ടു എന്ത് വരും? 3/10 വരും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇനി ഏഴാമത്തെ നോക്കുക. എ ബോക്സ് contains 10 mangoes out of which 4 are rotten. ഓക്കെ, ഒരു ബോക്സിൽ 10 മാങ്ങ ഉണ്ട്, അതിൽ 4 കേട് വന്നിട്ടുണ്ട്. ഓക്കെ, 2 mangoes are taken together ഫ്രം ദ ബോക്സ്. അപ്പൊ നമുക്ക് ഇവിടെ 4 റൊട്ടൻ ആണെങ്കിൽ ഗുഡ് ആയിട്ടുള്ളത് 6 ഉണ്ടാവും അല്ലെ? അപ്പൊ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ രീതിയിൽ പറയാൻ പറ്റും. ഇവിടെ എത്രയാണ് ഗുഡ് എന്ന് പറഞ്ഞിട്ടില്ല. റൊട്ടൻ 4 അതിന്റെ അർത്ഥം 6 ഗുഡ് ആണ്. 2 mangoes are taken together from the box. സോ നമ്മൾ 2 മാംഗോ ബോക്സിൽ നിന്ന് ഒന്നിച്ചെടുക്കുകയാണ്. ഇഫ് വൺ ഓഫ് ദം ഈസ് ഫൗണ്ട് ടു ബി ഗുഡ്, അങ്ങനെയാണെങ്കിൽ ദ പ്രോബിലിറ്റി ദാറ്റ് ദ അതർ ഈസ് ആൾസോ ഗുഡ്. ഓക്കെ, അതിലൊന്ന് ഗുഡ് ആണ്, അങ്ങനെ അടുത്തതും കൂടെ ഗുഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് ചോദിച്ചുള്ളത്. സോ ടോട്ടൽ മാംഗോന്റെ എണ്ണം എത്ര കിട്ടും നമുക്ക്?
ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ടോട്ടൽ മാംഗോന്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മാംഗോ നമുക്ക് കിട്ടും. ടോട്ടൽ മാംഗോ 10 അല്ലേ? അതിൽ ഗുഡ് എത്രയാണ്? ഗുഡ് എന്ന് പറഞ്ഞാൽ 6, റോട്ടൻ എന്ന് പറഞ്ഞാൽ 4 അല്ലേ? അപ്പം നമുക്ക് ഇതിന്ന് രണ്ടെണ്ണം നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കാം. രണ്ടെണ്ണം ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 മാംഗോ ചൂസ് ചെയ്യുമ്പോൾ 2 മാംഗോ ചൂസ് ചെയ്യണം. പ്രോബിലിറ്റി എന്തായിരിക്കും? 6C2 ആയിരിക്കും അല്ലേ? ഏതെന്ന്? ഗുഡ് മാംഗോസ്. ഓക്കെ, ഗുഡ് മാംഗോസ് രണ്ടെണ്ണം ചൂസ് ചെയ്യുകയാണെങ്കിൽ 6C2 ആണ് നമ്മുടെ പ്രോബിലിറ്റി. അഥവാ 6C2 എന്ന് പറയുമ്പോൾ എന്തൊരു 6x5/2 അല്ലേ? 6×5 30/2 പറയുമ്പോൾ നമുക്ക് 15 കിട്ടും. സോ ഇതെന്താണ്? രണ്ടും ഗുഡ് മാംഗോ ആണ്. ഒന്നാമത്തെ ഗുഡ്, രണ്ടാമത്തെ ഗുഡ്. ഇനി രണ്ട് ബാഡ് മാംഗോ ചൂസ് ചെയ്യുകയാണെങ്കിൽ റൊട്ടൻ നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, ബാഡ് ഓർ റൊട്ടൻ 2 മാംഗോ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? ബാഡ് എത്രണ്ണുള്ളത്? റൊട്ടൻ നമുക്ക് 4 സോ 4C2. 4 രണ്ടെണ്ണം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x3/2 അല്ലേ? 4 3 12/2 അറിയുമ്പോൾ നമുക്ക് എന്ത് വരും? 6 വരും. സോ 6 എങ്ങനെയാണെങ്കിൽ രണ്ടും റൊട്ടൻ ആണെങ്കിൽ. ഓക്കെ, ഇനി ചൂസ് 1 ഈസ് ഗുഡ്. ഓക്കെ, ഒന്ന് ഗുഡ് ആയിട്ട് ചൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവാം? അടുത്തത് ഒരു പക്ഷെ രണ്ടും ചൂസ് 1 ഈസ് ഗുഡ്. ഓക്കെ, ചൂസ് 1 ഈസ് ഗുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരാം? അതിൽ നമ്മൾ ഒന്നെങ്കിൽ രണ്ടും ഗുഡ് ആവാം, അല്ലെങ്കിൽ ഒരു ഗുഡും ഒരു റൊട്ടനും ആവാം അല്ലെ? അപ്പൊ നമുക്ക് അതിന്റെ പ്രോബിലിറ്റി എന്താ വരിക? അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഗുഡ് 6 അതൊന്നും ഒന്ന് വരുന്നു. അതേപോലെ തന്നെ 4 എന്ത് വരുന്നു? റൊട്ടൻ ഉണ്ട്, അതൊന്നും ഒന്ന് വരുന്നു അല്ലെ? സോ നമുക്ക് എന്ത് വരും? ഇവിടെ 6x4 വരും. 6x4 പറയുമ്പോൾ 24. ഓക്കെ, 24-നാണ് നമുക്ക് ഒരു ഗുഡും ഒരു റൊട്ടനും അങ്ങനെ ചൂസ് ചെയ്യണമെങ്കിൽ അല്ലേ? സോറി, ഒരു ഗുഡും ഒരു റൊട്ടനും അല്ല, ഇവിടെ ഒരു ഗുഡും ഒരു റൊട്ടനും അല്ലെ? ഒരു ഗുഡും ഒരു റൊട്ടനും ചൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വരും. ഇനി നമുക്ക് 1 ഓഫ് ദം ഈസ് ഗുഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരാം? 1 ഓഫ് ദം ഈസ് ഗുഡ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഒരു ഗുഡും ഒരു റൊട്ടനും വരാം, അല്ലെങ്കിൽ രണ്ടും ഗുഡ് വരാം. ഇത് രണ്ടിന്റെയും കേസ് എന്താണ്? ഇവിടെ ഒന്ന് വരുന്നുണ്ട്, ഇവിടെ രണ്ടും വന്നാലും ഇതിൽ ഒന്നുണ്ട് അല്ലേ? അപ്പം 1 ഓഫ് ദം ഗുഡ് ആയാൽ മതി. 1 ഓഫ് ദം ഗുഡ് ആകുന്ന പറയുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താൽ പറ്റും? അതിന് നമുക്ക് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് ഗുഡ് ആവുന്നത് അല്ലെ? രണ്ടും ഗുഡ് ആണ്. GR ഉണ്ട്, GG ഉണ്ട്. GR നമുക്ക് എന്താ കിട്ടിയത്? GR എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് 24 കിട്ടിയിട്ടുണ്ട്. സോ 24 പ്ലസ് GG എന്ന് പറയുമ്പോൾ 15 അല്ലെ? 15 ഈക്വൽ ടു നമുക്ക് 39 കിട്ടുന്നുണ്ട്. സോ 39 കേസാണ് 1 ഓഫ് ദം ഗുഡ് ആവുന്നത്. ഇനി അതറും കൂടെ ഗുഡ് ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? രണ്ടാമത്തെ ഗുഡ് ആകാന്ന് പറഞ്ഞാൽ GG എന്ന് പറഞ്ഞ കേസാണ്, 15 അല്ലെ? സോ നമുക്ക് ഇതിന്റെ കണ്ടീഷണൽ പ്രോബിലിറ്റി കാണാൻ പറ്റും. എന്താണ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P of B given A ഈക്വൽ ടു നമുക്ക് എന്ത് വരും? P of A intersection B divided by P of A ആണല്ലോ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഇപ്പൊ നമുക്ക് 15 എണ്ണാണ് എന്തെന്ന് പറഞ്ഞാൽ രണ്ടും ഗുഡ് വരുന്നത് അല്ലെ? രണ്ടും ഗുഡ് വരുന്നത് 15 എണ്ണാണ്. അതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഗുഡ് എന്ന് പറഞ്ഞാൽ ഐദർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഗുഡും റോട്ടനും കിട്ടും, അല്ലെങ്കിൽ രണ്ടും ഗുഡ് കിട്ടും. അഥവാ അത് 39 അപ്പൊ 15/39 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/13 കിട്ടും. ഓക്കെ, സോ നമ്മുടെ ആൻസർ 5/13 ആയിരിക്കും. 5/13 ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി നോക്കുക, എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 5 unbiased coins are tossed simultaneously. The probability of getting at least one head is എന്തായിരിക്കും? നമുക്കറിയാം 5 അൺബയാസ്ഡ് കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും അതിന്റെ കോമ്പിനേഷൻസ് കിട്ടുക? അപ്പൊ 5 ടോസ് ചെയ്തു, അപ്പൊ നമുക്ക് എന്താവാം? ഒന്നെങ്കിൽ 5ഉം ഹെഡ് ആവാം അല്ലെ? ഓരോന്നിലും ഹെഡ് നമുക്ക് കിട്ടുന്നു അല്ലെ? നമ്മൾ ഇങ്ങനെ കോമ്പിനേഷൻ ചെയ്താൽ പഠിച്ചിട്ടുണ്ടല്ലോ, 0 0 0 0 0 1 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പം 5ഉം ഹെഡ്, അടുത്ത എന്താവാം? ഹെഡ് 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 ടെയില്, ഇങ്ങനെ ആവാലോ. അപ്പോ ഇവിടെ പറഞ്ഞാൽ ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് ആണ്. അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് പറയുമ്പോൾ ഇവിടെ നമുക്ക് 5 ആണെങ്കിൽ 2⁵ ഈക്വൽ ടു 32 കോമ്പിനേഷൻ ഉണ്ടാവും. അതിൽ ഒരൊറ്റ കോമ്പിനേഷൻ ആണ് എങ്ങനെ വരുള്ളൂ? എല്ലാം ടെയിൽ വരുള്ളൂ. അത് നമുക്കറിയാലോ, എല്ലാം ടെയിൽ വരുന്ന ഒരു കോമ്പിനേഷൻ കാരണം. അതേപോലെ എല്ലാം ഹെഡ് വരുന്ന ഒരു കോമ്പിനേഷൻ ഉള്ളൂ. എല്ലാം ഹെഡ് വരുന്ന ഒറ്റ കോമ്പിനേഷൻ, എല്ലാം ടെയിൽ വരുന്ന ഒറ്റ കോമ്പിനേഷൻ. ഇവിടെ നമ്മൾ അറ്റ്ലീസ്റ്റ് വൺ ഹെഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഹെഡ് പോലും ഇല്ലാത്തത് ഒറ്റ കോമ്പിനേഷനേ ഉള്ളൂ. അപ്പൊ ബാക്കിയിലൊക്കെ എന്തുണ്ടാവും? ഒരു ഹെഡെങ്കിലും ഉണ്ടാവും. അത് നമ്മൾ എഴുതി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 31/32. സിമ്പിൾ ആണ് അല്ലെ? 31 എണ്ണം എടുത്തു കഴിഞ്ഞാൽ
ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഹെഡ് ഉണ്ടാവും. വെറും ഒരു കോമ്പിനേഷനിൽ മാത്രമാണ് ഫുള്ള് ടെയിൽ വരിക. ഓക്കെ, അപ്പൊ അത് ഒഴിച്ചു കഴിഞ്ഞാൽ 32 അത് ഒഴിച്ചു കഴിഞ്ഞാൽ 31. സോ 31 ബൈ ടോട്ടൽ 32 ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. ഒമ്പതാമത്തെ നോക്കുക. എ ബോക്സ് കണ്ടെയ്ൻസ് 8 ടിക്കറ്റ്സ് ബിയറിംഗ് ദ നമ്പേഴ്സ് 1, 2, 3, 4, 5, 6, 8, 10. One ticket is drawn at random and is kept aside, and then the second is drawn. Find the probability that both show even numbers. ഓക്കെ, രണ്ടും ഈവൻ നമ്പേഴ്സ് ആവാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചുള്ളത്. അപ്പൊ നോക്കുക, നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, ബോക്സ് കണ്ടെയ്ൻ 8 ടിക്കറ്റ്സ് ആണ്. ടോട്ടൽ എത്ര ഉണ്ട്? 8 ടിക്കറ്റ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 8, 10. അപ്പൊ ഇതിൽ നോക്കുക എത്ര ഈവൻ ഉണ്ട്. 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട് അല്ലെ. ടോട്ടൽ ഈവൻ എന്ന് പറഞ്ഞാൽ 5 സോ ടോട്ടൽ നമുക്ക് ടിക്കറ്റ് 8 അതിൽ ഈവൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടുന്നുണ്ട് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഈവൻ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അഥവാ ഫസ്റ്റ് ഓഫ് ഈവൻ അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് ഈവൻ എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് ഈവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? 5/8. കാരണം 8 5 കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് അല്ലെ. ഇനി സെക്കൻഡ് ഈവൻ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും അപ്പം വരിക? സെക്കൻഡ് ഈവൻ അഥവാ പ്രോബിലിറ്റി ഓഫ് സെക്കൻഡ് ഈവൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഒന്ന് എടുത്തു അല്ലെ, 8 ഒന്ന് എടുത്തു. അപ്പൊ ഇനി എത്ര ഉള്ളത്? 7 മാത്രമല്ല, ആ എടുത്തത് ഈവൻ ആണല്ലോ. സോ ടോട്ടൽ ഈവന്റെ കൗണ്ട് 5 എന്തായി? ഒന്ന് കുറഞ്ഞു. സോ ഇനി 4 ഈവൻ ഉണ്ട്. ടോട്ടൽ നമുക്ക് 7 ഉണ്ട്. കാരണം നമ്മൾ ഓൾറെഡി ഒന്ന് എടുത്തു. ആ ഒന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 4/7 കിട്ടും അല്ലെ. സോ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? നമ്മൾ റാൻഡായിട്ട് എടുത്തു. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ഷോ ഈവൻ നമ്പേഴ്സ്. അപ്പൊ രണ്ടും ഈവൻ നമ്പർ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 5/8 ഇൻറ്റു 4/7 അല്ലെ. സോ നമുക്ക് ആൻസർ എന്ത് വരും? 20/56 വരും അല്ലെ. 5, 4, 20, 8, 86. അപ്പം ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5/14 കിട്ടും അല്ലെ. സോ 5/14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ ബാഗ് കണ്ടെയ്ൻസ് 4 റെഡ് ആൻഡ് 3 ബ്ലാക്ക് ബോൾസ്. ഒരു ബാഗിൽ നമുക്ക് 4 റെഡും 3 ബ്ലാക്കും ബോൾസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ബാഗിലാണ്. ഇനി സെക്കൻഡ് ബാഗ് കണ്ടെയ്ൻ 2 റെഡ് ആൻഡ് 4 ബ്ലാക്ക്. ഓക്കെ, then one bag is selected at random. From the selected bag, one ball is drawn. The probability that ball is drawn to be red. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിവിടെ 2 ബാഗ് ഉണ്ട്. ഒന്നാമത്തെ ബാഗിൽ നമ്മൾ പറഞ്ഞു 4 റെഡും 3 ബ്ലാക്കും ആണ്. അതേപോലെ രണ്ടാമത്തെ ബാഗിൽ 2 റെഡും 4 ബ്ലാക്കും ആണ്. നമ്മൾ എന്താണ് ആദ്യം റാൻഡം ആയിട്ട് ആ 2 ബാഗിൽ നിന്ന് ഒരു ബാഗ് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് പറയണേ? ആ സെലക്ട് ചെയ്ത ബാഗ് 1, 2 ബാഗ് 1, 2 അതിന്ന് നമ്മൾ ഒരു ബോൾ എടുക്കുകയാണ്. അത് റെഡ് ആവാനുള്ള പ്രോബിലിറ്റി ചോദിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കാണണം? പ്രോബിലിറ്റി ഓഫ് ബാഗ് 1 കാണണം, പ്രോബിലിറ്റി ഓഫ് ബാഗ് 2 കാണണം. പ്രോബിലിറ്റി ഓഫ് ബാഗ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ആകെ 2 ബാഗേ ഉള്ളൂ. അതൊന്ന് ഒന്നെടുക്കുക എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും അല്ലെ. അതേപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് ബാഗ് 2. സോ പ്രോബിലിറ്റി ഓഫ് B1, ഞാൻ ബാഗ് 1 ഇതാണ്, ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് B2 ബാഗ് 2 ഈക്വൽ ടു എന്തായിരിക്കും? 1/2 ആയിരിക്കും. അതിൽ നോ ഡൗട്ട്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ഓരോന്നിലും റെഡ് ആവാനുള്ള പ്രോബിലിറ്റി ആണ്. ആദ്യം ഒന്നാമത്തെ ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? 4 റെഡും 3 ബ്ലാക്കും ആണ്. ടോട്ടൽ എത്ര വരും? 4, 3, 7 അല്ലെ. അപ്പം 7ൽ 4 വരാനുള്ള പ്രോബിലിറ്റി, അഥവാ ഒന്നാമത്തെ ഒന്നാമത്തെ റെഡ് കിട്ടാനുള്ളത്, അഥവാ പ്രോബിലിറ്റി ഓഫ് റെഡ് ബാഗ് 1 അല്ലെ, അഥവാ ബാഗ് 1 റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ വരിക? 4 റെഡ് ഉണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര? 4, 3, 7 അല്ലെ. അതേപോലെ പ്രോബിലിറ്റി ഓഫ് റെഡ് B2 ബാഗ് 2 റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? 2 റെഡ് ഉള്ളത്, ടോട്ടൽ 2, 4, 6. സോ 2/6. 2/6 എന്ന് പറയുമ്പോൾ നമുക്ക് 1/3 എഴുതാം അല്ലെ. 1/3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടൊന്നും നമുക്ക് എന്ത് കിട്ടണം? റെഡ്, സോറി രണ്ടെന്നല്ല, നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒന്ന് റാൻഡായിട്ട് ചൂസ് ചെയ്യുന്നു, എന്നിട്ട് അതിന് റെഡും കിട്ടണം. സോ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബിലിറ്റി ഓഫ് റെഡ് കിട്ടാനുള്ള സാധ്യത എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1/2. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബാഗ് ചൂസ് ചെയ്യുക. അതെന്താവണം? നമുക്ക് 4/7 ആണ് റെഡിനുള്ള പ്രോബിലിറ്റി, അഥവാ ഒന്നാമത്തെ ബാഗ് അല്ലെ. പ്ലസ് അടുത്ത ബാഗ് ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയും 1/2 ആണ്. അതൊന്ന് റെഡ് കിട്ടാനുള്ള എത്രയാണ്? 1/3 ആണ്. ഇത് നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു 1/2 ഇൻറ്റു 4/7 പ്ലസ് 1/2 ഇൻറ്റു 1/3 എന്ന് പറയുമ്പോൾ നമുക്ക് 1 ഇൻറ്റു 4/14 അഥവാ 2/7 പ്ലസ് 1/2 ഇൻറ്റു 1/3 പറയുമ്പോൾ 1/6 അല്ലെ. 1/6 ഈക്വൽ ടു നമുക്ക് എന്ത് വരും?
2/42 അല്ലേ? സോറി, ഇവിടെ പ്ലസ് ആണ് അല്ലേ? അപ്പൊ 2 6 12 പ്ലസ് 12 പ്ലസ് 7 1 7 ഡിവൈഡ് ബൈ 5 35 6 42. സോ ഇവിടെ എന്ത് വരും? 12ഉം 7ഉം 19/42. 19/42 ആണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 11 നോക്കുക. ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഈസ് 0.5. Their covariance is 15 and sigma x equal to 6. Then sigma y എന്താണെന്ന് ചോദിച്ചുള്ളത്. നമുക്ക് കോവേരിയൻസ് അതേപോലെ തന്നെ കോറിലേഷന്റെ കോഎഫിഷ്യന്റ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ? കോറിലേഷൻ കോഎഫിഷ്യന്റ് ആർ ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്താൽ മതി. ഇപ്പൊ ഇവിടെ കോവേരിയൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, 15 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കോറിലേഷൻ നമുക്ക് 0.5 തന്നിട്ടുണ്ട്. സിഗ്മ എക്സ് 6 തന്നിട്ടുണ്ട്. സോ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിട്ടും 0.5 ഈക്വൽ ടു 15 ഡിവൈഡ് ബൈ 6 ഇൻറ്റു സിഗ്മ വൈ. ഇത് നമുക്ക് എന്ത് കിട്ടും? 6 ഇൻറ്റു 0.5 പറയുമ്പോൾ 3 സിഗ്മ വൈ ഈക്വൽ ടു 15 എന്ന് കിട്ടും അല്ലെ? സോ സിഗ്മ വൈ എന്ത് കിട്ടും? സിഗ്മ വൈ ഈക്വൽ ടു 15/3 എന്ന് പറയുമ്പോൾ 5 കിട്ടും. സോ ആൻസർ നമുക്ക് ഓപ്ഷൻ എ 5 വരും. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ദർ എക്സിസ്റ്റ് എ ലീനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ, ദെൻ ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ്. റിഗ്രഷൻ കോഎഫിഷ്യന്റ് വൈ ഓൺ എക്സ് നമ്മൾ എങ്ങനെ എഴുതുക? കോവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ സിഗ്മ സ്ക്വയർ എക്സ്. ഇതാണ് ഇവിടെ ആൻസർ വരുന്നത്. വൈ ഓൺ എക്സ് ആകുമ്പോൾ. ഇനി എക്സ് ഓൺ വൈ ആകുമ്പോഴോ ഇത് മാറും. ഇത് മാറിയിട്ട് സിഗ്മ സ്ക്വയർ വൈ വരും അല്ലെ? അപ്പം ഇത്രയേ ഉള്ളൂ. വൈ ഓൺ എക്സ് ആകുമ്പം ഇവിടെ എക്സ് ആണല്ലോ രണ്ടാമത് വരുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അത് നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ സിഗ്മ എക്സിന്റെ സ്ക്വയർ ആയിരിക്കും, അതല്ലെങ്കിൽ സിഗ്മ വൈന്റെ സ്ക്വയർ ആയിരിക്കും. അഥവാ എക്സ് ഓൺ വൈ ആണെങ്കിൽ വൈന്റെ ആയിരിക്കും സിഗ്മ വൈന്റെ സ്ക്വയർ. സോ ഇവിടുത്തെ ആൻസർ നമുക്ക് ഓപ്ഷൻ ബി ആണ് വരുന്നത്. സിമ്പിൾ ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ മതി ഈ ഒരു ഇക്വേഷൻ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സിംപ്ലിഫൈ ദ ബൂളിയൻ എക്സ്പ്രഷൻ എ ബി പ്ലസ് എ ഇൻറ്റു ബി പ്ലസ് സി ഓൾ കോംപ്ലിമെന്റ് പ്ലസ് ബി ഇൻറ്റു ബി പ്ലസ് സി ഓൾ കോംപ്ലിമെന്റ്. നമുക്ക് അത് ആദ്യം എങ്ങനെ എഴുതാം? എ ബി പ്ലസ് എ ഇൻറ്റു ബി പ്ലസ് സി ഓൾ കോംപ്ലിമെന്റ് പറയുമ്പോൾ ബി കോംപ്ലിമെന്റ് ഡോട്ട് സി കോംപ്ലിമെന്റ്, ഡി മോർഗൻ സ്റ്റോ പ്രകാരം അല്ലെ? ബി കോംപ്ലിമെന്റ് ഡോട്ട് സി കോംപ്ലിമെന്റ് പ്ലസ് ഇനി ബി ഇൻറ്റു ബി പ്ലസ് സി ഓൾ കോംപ്ലിമെന്റ് പറയുമ്പോൾ അതും ഡി മോർഗൻസ് ലോ പ്രകാരം ബി കോംപ്ലിമെന്റ് ഡോട്ട് സി കോംപ്ലിമെന്റ്, ബി കോംപ്ലിമെന്റ് ഡോട്ട് സി കോംപ്ലിമെന്റ്. നോക്കുക, ബിയും ബി കോംപ്ലിമെന്റ് വരുമ്പോൾ ഈ ഒരു ടേം തന്നെ 0 ആയി പോകും. സോ നമുക്ക് ആകെ ഈ 2 ടേമേ ഉള്ളൂ അല്ലെ? അപ്പം ഈ 2 ടേം നമ്മൾ കെ മാപ്പ് വരച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് എ ബി സി 0 0 0 1 1 1 1 0 0 1. സോ എ ബി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? എ ബി എന്ന് വരും പറയുമ്പോൾ ഇവിടെ രണ്ടിലും 1 വരും അല്ലെ? ഇനി എ ബി കോംപ്ലിമെന്റ് സി എന്ന് പറയുമ്പോഴോ എ ബി കോംപ്ലിമെന്റ് സി എന്ന് പറയുമ്പോൾ ഇത് വരും അല്ലെ? സോ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എ ബി തന്നെ കിട്ടും. ഇതിന് നമുക്ക് എന്ത് കിട്ടും? എ ബി പ്ലസ് ഇത് നമുക്ക് എന്ത് കിട്ടും? എ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് സി കോംപ്ലിമെന്റ്. സോ എ ബി പ്ലസ് എ സി കോംപ്ലിമെന്റ് ആണ് ആൻസർ വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 13ാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. ആൻസർ വരുന്നത് എ ബി പ്ലസ് എ സി കോംപ്ലിമെന്റ് എന്നുള്ളത്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എസ് ഒ പി എക്സ്പ്രഷൻ ഫോർ എ ലോജിക് ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ സിഗ്മ ഓഫ് 0 1 2 3 4 5 6. ദ സിംപ്ലിഫിക്കേഷൻ ഓഫ് ദിസ് ഫംഗ്ഷൻ യൂസിങ് കെ മാപ്പ് വിൽ ഗീവ് ദ ഫോളോയിങ് റിസൾട്ട്. നമ്മൾക്ക് കെ മാപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. എ ബി സി 0 0 0 1 1 1 1 0 0 1. 0 ഉണ്ട്, മാർക്ക് ചെയ്തു. 1 ഉണ്ട്, മാർക്ക് ചെയ്തു. 2 ഉണ്ട്, മാർക്ക് ചെയ്തു. 3 ഉണ്ട്, മാർക്ക് ചെയ്തു. 4 5 മാർക്ക് ചെയ്തു. 6 ഇത്രയുള്ളത് അല്ലേ? സോ നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും? ഈ 4 1നെ ഗ്രൂപ്പ് ചെയ്യാലോ. ഈ 4 1നെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഈ ഒരു ഇതാണല്ലോ അല്ലെ? സോ അതിനെ നമുക്ക് എ കോംപ്ലിമെന്റ് എഴുതാം. പ്ലസ് ഇനി നമുക്ക് വേറെ ഗ്രൂപ്പ് ചെയ്യാൻ ഇങ്ങനെ 4 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും അല്ലെ? ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള എന്താണ്? നമുക്ക് ബിന്റെ അല്ലെ രണ്ടാമത്തെ
ഈ 0 ഉള്ളത് അഥവാ ബിന്റെ കോംപ്ലിമെന്റ് ആണ് പ്ലസ്. ഇനി നോക്കുക ഈ രണ്ടെണ്ണത്തിനെ മാത്രം ഗ്രൂപ്പ് ചെയ്യാതെ ഇത് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക, ഇതും കൂടെ ഈ 4 അല്ലേ, ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതിൽ കോമൺ ആയിട്ടുള്ള എന്താണ്, ഇത് രണ്ടാമത്തെ 0 ആണ്. സോ അഥവാ സിന്റെ കോംപ്ലിമെന്റ് ആണ്. സോ എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് പ്ലസ് സി കോംപ്ലിമെന്റ് വരും. സോ ആൻസർ എ ആണ് വരുന്നത്, ഓപ്ഷൻ എ. ഇനി 15 നോക്കുക. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഫുൾ ആഡർ സർക്യൂട്ട്. എ ക്യാരി ഈസ് ജനറേറ്റഡ് വെൻ ബോത്ത് ഇൻപുട്ട് ബിറ്റ്സ് ആർ 1. രണ്ട് ഇൻപുട്ട് ബിറ്റും 1 ആകുമ്പോൾ ക്യാരി ജനറേറ്റ് ചെയ്യുന്ന പറഞ്ഞത് അത് കറക്റ്റ് ആണ് അല്ലേ, കാരണം ഫുൾ ആഡറിന്റെ സർക്യൂട്ട് നമുക്കറിയാം, നമുക്ക് എ ബി രണ്ട് ഇൻപുട്ട് ഉണ്ടാവും, അതേപോലെ സി ഇന്ന് അല്ലേ, ഒരു ക്യാരി ഇന്നും ഉണ്ടാവും, അതായത് നമുക്ക് സമ്മും ഉണ്ടാവും ക്യാരിയും ഉണ്ടാവും. നമുക്കറിയാം എയും ബിയും വണ്ണും വന്നു കഴിഞ്ഞാൽ എന്റെയും ബിന്റെ ഇൻപുട്ട് 1 ആണെങ്കിൽ ഓൾവേസ് 1+1 10 വരും. ഈ 10ലേക്ക് ഇനി സീനിന്റെ വാല്യൂ 0 വന്നാലും 1 വന്നാലൊക്കെ എന്താണ്, എന്തായാലും ഒരു ക്യാരി ഒന്നുണ്ടാവും അല്ലെ. അപ്പം 1ഉം 1+1+0 അല്ലെങ്കിൽ 1+1+1 ഇത് രണ്ട് കേസാണ് നമുക്ക് വരാനുള്ളത്. കാരണം ഇത് രണ്ടും ഫസ്റ്റ് രണ്ടും എന്താണ്, എന്റെയും ബിന്റെയും വാല്യൂ ആണ്, അത് ഓൾറെഡി പറഞ്ഞു, ബോത്ത് ഇൻപുട്ട് 1 ആണ്. ഇനി സീനിന്റെ വാല്യൂ ക്യാരി ഇന്നിന്റെ വാല്യൂ 0 ആവാം 1 ആവാം. സോ നമുക്ക് എന്താ കിട്ടുക, 1+1+0 എന്ന് പറയുമ്പോൾ 10 ആണ്. ഈ 10ൽ നമുക്കറിയാം സമ്മ് 0യും 1 ക്യാരി ആണ്. ഇനി അതേപോലെ 1+1+1 ആകുമ്പോഴാണ് നമുക്ക് കിട്ടുക, 1+1 എന്ന് പറയുമ്പോൾ 10, 10+1 എന്ന് പറയുമ്പോൾ 11 ആണ് നമുക്ക് കിട്ടുക. ഇതിലും 1 സമ്മും 1 ക്യാരി ആണ് അല്ലെ. അപ്പം ഓൾവേസ് നമുക്ക് എന്ത് കിട്ടും, ക്യാരി ജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് ഓപ്ഷൻ എയിൽ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇനി ബി നോക്കുക. എ ക്യാരി ഈസ് പ്രൊപ്പഗേറ്റഡ് വെൻ ഐദർ ഓർ ബോത്ത് ഇൻപുട്ട് ബിറ്റ്സ് ആർ 1. ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യപ്പോഴാണ് ഐദർ ഇൻപുട്ട് ബിറ്റ്സ് 1 ആവുന്നതാണ്, ബോത്ത് ഇല്ല. ബോത്ത് എന്ന് പറഞ്ഞ കണ്ടീഷൻ തെറ്റാണ് ആക്ച്വലി. അഥവാ ഇപ്പൊ നോക്കുക എക്സോറ നമ്മൾ ചെയ്യുക, അഥവാ എ ഉണ്ട് ബി ഉണ്ട് സി ഇന്നുണ്ട് അല്ലെ. സോ ഇവിടെ 0യും 1ഉം അല്ലെങ്കിൽ ഇവിടെ 1ഉം 0യും ആവുന്ന സമയത്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉള്ളത്, ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. കാരണം ഇത് നമ്മൾ എക്സോറ ചെയ്യുക, 0 1 എക്സോർ ചെയ്യുമ്പോൾ നമുക്ക് ഓൾവേസ് 1 കിട്ടും അല്ലെ, 1ഉം 0യും എക്സോർ ചെയ്യുമ്പോഴും ഓൾവേസ് 1 കിട്ടും. അപ്പം അവിടെയാണ് നമുക്ക് ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. പക്ഷെ ഇവിടെ ബോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ടും 1 ആവുന്ന സമയത്ത് എന്താണ്, എയും ബിയും 1 ആണെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും 1 ആണ്. ഇത് രണ്ടും 1 ആകുമ്പോൾ 1ഉം 1 എന്ന് പറയുമ്പോൾ 1ഉം 1ഉം എക്സോർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 0 ആണ് കിട്ടുക. സോ 0 കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യില്ല. സോ ബി തെറ്റാണ്. ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്ന ഓപ്ഷനും നൈദർ എ നോർ ബി എന്ന് പറഞ്ഞ ഓപ്ഷനും, അപ്പം ഇതൊക്കെ തെറ്റാണ്. ആൻസർ വരുന്നത് എ ആണ്. നിങ്ങൾ ഇതിന്റെ ആൻസർ കീ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സി ആയിരിക്കും, ബോത്ത് എ ആൻഡ് ബി ആണ്. പക്ഷെ കൺസെപ്റ്റ് പ്രകാരം എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ അത് അതിന്റെ ചലഞ്ച് ചെയ്തിട്ട് പോലും ആൻസർ മാറി വരാത്താണ്. പക്ഷെ ഇതിൽ കൺസെപ്റ്റ് പ്രകാരം നിങ്ങൾ ഏത് ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരിക. കാരണം ബി കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ മനസ്സിലാക്കിയത്, എ ക്യാരീസ് പ്രൊപ്പഗേറ്റഡ് വെൻ ഐദർ ഇൻപുട്ട് ബിറ്റ്സ് ആർ 1 ആണല്ലേ. ഐദർ ഇൻപുട്ട് ബിറ്റ് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ബിറ്റാണ് 1 ആവാൻ പറ്റുള്ളൂ. രണ്ടും 1 ആകുമ്പോൾ 1 എക്സോർ 1 നമുക്ക് 0 ആണ് കിട്ടുക, അവിടെ ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യൂല. 16ാമത് നോക്കുക. ഐഡന്റിഫൈ ദ അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്ത ഇൻസ്ട്രക്ഷൻ മൂവ്. ഇവിടെ നോക്കുക, ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ യൂസ് ചെയ്തിട്ടുള്ള അഡ്രസ്സിംഗ് മോഡ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആദ്യം ഓരോന്നും എടുത്തു നോക്കുക. ഇപ്പൊ ഇമ്മീഡിയറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ 5000 എന്നുള്ളത് 5000H ആയിരിക്കും അല്ലെ. 5000H എന്ന് പറയുമ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിരിക്കും, അഥവാ വാല്യൂ ആയിട്ട് വരിക, 5000H വാല്യൂ ആയിട്ട് വരിക. ഇനി രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ 5000ത്തിന് പകരം എ എന്നോ ബി എന്നൊക്കെ ആയിരിക്കും, A,CX ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ രണ്ടും ഇതേപോലെ ആണെങ്കിൽ വാല്യൂ അല്ല 5000 3000 ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ അതെന്തായാലും രജിസ്റ്റർ ആയിരിക്കും. ഇനി ഇൻഡയറക്ട് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, എ ഇതേപോലെ ബ്രാക്കറ്റിൽ വരണം അല്ലെ, അഥവാ സ്ക്വയർ ബ്രാക്കറ്റിൽ എ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏലുള്ളത് വാല്യൂ അല്ല, ഏലുള്ളത് അഡ്രസ് ആണ്, ആ അഡ്രസ്സിൽ പോയാൽ വാല്യൂ കിട്ടും, അഥവാ അത് ഇൻഡയറക്റ്റ് ആണ്. സോ ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിക്കുക. ഡയറക്റ്റ് നമ്മൾ സാധാരണ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇതേപോലെ നമ്പർ ഉണ്ടാകും. സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വേരിയബിൾ പോലെ എ ബി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. അതേപോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ഒന്നും ഇല്ലാതെ വെറും എ ബി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ്. ഇമ്മീഡിയറ്റ് ആകുമ്പോൾ അല്ലേ 5000H എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും, സ്ക്വയർ ബ്രാക്കറ്റ് ഒന്നും ഇല്ലാതെ സിംപ്ലി ആ വാല്യൂ മാത്രം എഴുതി വരും. ഓക്കെ, സോ ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ എ ഡയറക്റ്റ് ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ സൈസ് ഓഫ് അഡ്രസ് ബസ് ആൻഡ് ഡാറ്റ ബസ് ഓഫ് 8086 മൈക്രോ പ്രോസസേഴ്സ് ആർ റെസ്പെക്റ്റീവ്ലി. 8086 മൈക്രോ പ്രോസസറിന് 1 MB ആണ് അഡ്രസ് സ്പേസ് ഉള്ളത്. 1 MB എന്ന് പറയുമ്പോൾ നമുക്ക് 1 M എന്നാണ്, 1 M ആണ് നമ്മുടെ അഡ്രസ്സിനുള്ള ആവശ്യമുള്ള നമ്പർ ഓഫ് ബിറ്റിന്റെ എണ്ണം, അഥവാ 1 MB എന്ന് പറയുമ്പോൾ 220 ആണ് അല്ലെ. സോ അതിൽ 20 ബിറ്റ് ആണ് ഒരു ലൊക്കേഷന് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്രസ് ഒരു ലൊക്കേഷന്
റെപ്രസെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അഥവാ 20 ബിറ്റാണ് നമ്മുടെ അഡ്രസ്. ഇനി ഡാറ്റ ബസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 16 ബിറ്റാണ് അല്ലേ? അഥവാ നമ്മുടെ പ്രോഗ്രാം നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, അതേപോലെ തന്നെ അക്യുമുലേറ്റർ, ഇതെല്ലാം വരുന്ന എത്രയാണ്? 16 ബിറ്റാണ്. അഥവാ ഡാറ്റ ബസ് എത്രയാണ്? 16 ബിറ്റാണ്. സോ 20 ബിറ്റും 16 ബിറ്റും എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. A micro operation consists of one or more instruction cycle. A micro operation consists of fetch, decode, and execute cycle. An execute cycle consists of one or more micro operation. D, none of this. അപ്പൊ എന്താ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാല്? ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയും: ഫെച്ച്, ഡീകോഡ്, പിന്നെ ഓപ്പറന്റ് ഫെച്ച് ഉണ്ടാവും ഒരു പക്ഷെ, ദെൻ എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക്. ഇതെല്ലാം കൂടെ കൂടുന്ന ഈ എത്രയും സ്റ്റേജ് വരുമ്പോഴാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയാ? ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയാം അല്ലെ? ഇനി ഇതിലെ ഇപ്പം ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഇവിടെ എവിടെയും തന്നിട്ടുണ്ടോ? ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ മൈക്രോ ഓപ്പറേഷൻ കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഒരു മൈക്രോ ഓപ്പറേഷനിൽ ഒന്നോ അതിലധികം ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഉണ്ടാവുന്നതാണ്. അഥവാ ഇത് മാത്രം എന്താണ്? ഇതാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഇതിന്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക? മൈക്രോ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ ഇവിടെ നേരെ തിരിച്ചാണത്. മൈക്രോ ഓപ്പറേഷനിൽ ഒന്നോ അതിൽ കൂടുതലോ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഉണ്ടാവുന്ന തെറ്റാണ്. ഒരു ഇൻസ്ട്രക്ഷനിൽ ഒന്നോ അതിൽ കൂടുതലോ മൈക്രോ ഓപ്പറേഷൻ ഉണ്ടാവും, അത് ശരിയാണ് നേരെ തിരിച്ചു പറയുമ്പോൾ. അതേപോലെ തന്നെ എക്സിക്യൂട്ട് സൈക്കിൾ. എന്താ എക്സിക്യൂട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ? ഈ ഇൻസ്ട്രക്ഷൻ സൈക്കിളിലുള്ള ഒരു സ്റ്റേജ് ആണ് എക്സിക്യൂഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നോക്കുക. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന മൊത്തം എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. അത് ഫെച്ച് ചെയ്യണം, അത് ഡീകോഡ് ചെയ്യണം, അത് ഓപ്പറന്റ് ഫെച്ച് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, റൈറ്റ് ബാക്ക് ചെയ്യണം. ഇതെല്ലാം കൂടെ കൂടിയാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. അപ്പം ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഒരുപാട് എന്തുണ്ടാവും? മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ടാവും. അതിൽ ഒരു സ്റ്റേജ് ആണ് എക്സിക്യൂഷൻ സൈക്കിൾ. അതിലും തന്നെ എന്തുണ്ടാവും? ഒന്നിൽ കൂടുതൽ മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞത് നേരെ തിരിച്ചാണ്. മൈക്രോ ഓപ്പറേഷൻ കൺസിസ്റ്റ് ഓഫ് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് സൈക്കിൾ ആണുള്ളത്. ഇതിൽ ഓരോന്നിലും എക്സിക്യൂട്ട് സൈക്കിളിലും ഡീകോഡിലും ഫെച്ചിലും ഒക്കെ ഒന്നോ അതിൽ കൂടുതലോ എന്തുണ്ടാവും? മൈക്രോ ഓപ്പറേഷൻ ഉണ്ടാവും. ഇനി ഇവിടെ നോക്കുക. എക്സിക്യൂട്ട് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ മൈക്രോ ഓപ്പറേഷൻ. അത് ശരിയാണ് അല്ലെ? അഥവാ ഇതാണല്ലേ, ഇതാണ് ഇതിലെ ഒരു എക്സിക്യൂഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. എക്സിക്യൂട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് ആണ്. ഇവിടെ എന്തുണ്ടാവാം? ഒന്നോ അതിൽ കൂടുതൽ മൈക്രോ ഓപ്പറേഷൻ ഉണ്ടാവും. ഇനി നമുക്ക് അറിയാം മൈക്രോ ഓപ്പറേഷന്റെ മൈക്രോ ഇൻസ്ട്രക്ഷന്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. F1, F2, 20 ബിറ്റ് ഉണ്ടാവും, F3, പിന്നെ CD, BR എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? AD എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു ടോട്ടൽ ബിറ്റ് 20 ബിറ്റ് ആയിരിക്കും. അപ്പൊ ഇതിൽ F1 എന്താണ്? ഒരു മൈക്രോ ഓപ്പറേഷൻ, F2 മറ്റൊരു മൈക്രോ ഓപ്പറേഷൻ, F3 മറ്റൊരു മൈക്രോ ഓപ്പറേഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എടുത്തു കഴിഞ്ഞാലും അതിൽ എന്തുണ്ടാവും? ഫെച്ച്, ഡീകോഡ്, ഓപ്പറേറ്റ്, ഫെച്ച്, എക്സിക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് സൈക്കിൾസ് ഉണ്ടാവും. അതിൽ ഓരോ സൈക്കിളിലും എന്തുണ്ടാവും? ഒന്നിൽ കൂടുതൽ മൈക്രോ ഓപ്പറേഷൻ ഉണ്ടാവും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 19ാമത്തെ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ക്യാൻ റിസൾട്ട് ഇൻ ക്യാഷ് കോറൻസി ഇഷ്യൂ? ക്യാഷ് കോറൻസി ഇഷ്യൂ ഏത് സിറ്റുവേഷനിലാണ് അറൈസ് ചെയ്യുക? സിംഗിൾ പ്രോസസർ വിത്ത് സിംഗിൾ ക്യാഷ്? ഇല്ല. മൾട്ടിപ്പിൾ പ്രോസസർ ഷെയറിംഗ് ദ സെയിം ക്യാഷിനെ ഷെയർ ചെയ്താലും അവിടെ ഒന്നും ഉണ്ടാവില്ല, ക്യാഷ് കോറൻസി ഉണ്ടാവില്ല. ക്യാഷ് കോറൻസി ഉണ്ടാകുമ്പോഴാണ് മൾട്ടിപ്പിൾ പ്രോസസേഴ്സ് ഉണ്ട്, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ക്യാഷ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഒരു ക്യാഷിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ ക്യാഷുകളിൽ അതിന്റെ അപ്ഡേഷൻസ് നടന്നിട്ടില്ലെങ്കിൽ അവിടെ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവും അല്ലെ? അവിടെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ക്യാഷ് കോറൻസി ഇഷ്യൂ എന്ന് പറയാം. സോ സി ആണ് ആൻസർ. മൾട്ടിപ്പിൾ പ്രോസസർ വേണം, അതിനൊക്കെ എന്ത് വേണം? വിത്ത് പ്രൈവറ്റ് ക്യാഷ്, അഥവാ ഓരോന്നിനും അതിന്റെ ക്യാഷും വേണം. സോ സി ആണ് ആൻസർ വരുന്നത്. 20 നോക്കുക. വെൻ എ ലാർജ് ബ്ലോക്ക് ഓഫ് ഡാറ്റ ഈസ് ടു ബി ട്രാൻസ്ഫർഡ് ബിറ്റ്വീൻ IO ഡിവൈസ് ആൻഡ് ദ മെയിൻ മെമ്മറി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക്സ് ഈസ് ഫാസ്റ്റസ്റ്റ്? ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആണ് അല്ലെ? അഥവാ നമുക്ക് ഡാറ്റ, ലാർജ് ബ്ലോക്ക് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം ബിറ്റ്വീൻ IO ഡിവൈസ് ആൻഡ് മെയിൻ മെമ്മറി വിത്തൗട്ട് ദ ഇൻവോൾവ്മെന്റ് ഓഫ് CPU നമ്മൾ ഇൻവോൾവ് ചെയ്യാതെ മെമ്മറിന്റെയും മെയിൻ മെമ്മറിന്റെയും IO ഡിവൈസിന്റെ ഇടയിൽ നമുക്ക് ലാർജ് അല്ലെങ്കിൽ ബൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ്. 21 നോക്കുക. ദ അഡ്രസ് ബസ് ഓഫ് എ പ്രൊസസർ ഈസ് 32 ബിറ്റ് വൈഡ്. മാക്സിമം സൈസ് ഓഫ് മെയിൻ മെമ്മറി സപ്പോർട്ടഡ് ബൈ ദിസ് പ്രൊസസർ. 32 ബിറ്റ് ആണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ അഡ്രസ് ബസ്. ഒരു പ്രൊസസറിന്റെ അഡ്രസ് ബസ്. 32 ബിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന്റെ മെയിൻ മെമ്മറി മാക്സിമം എത്ര ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ 232 ആയിരിക്കും. ഇവിടെ എത്രയാണോ ബിറ്റ് എന്നുള്ളത് അത് 2ന്റെ പവറിൽ ചെയ്താൽ 232 ബൈറ്റ് ആയിരിക്കും അല്ലെ? സോ 232 ബൈറ്റ് ആയിരിക്കും. അഥവാ 232 എന്ന് പറയുമ്പോൾ 230 ഇൻറ്റു 2 ബൈറ്റ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 2 എന്ന് പറയുമ്പോൾ 4 230 എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 GB ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 22ാമത്തെ നോക്കുക. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് റിയൽ ടൈം ഷെഡ്യൂളർ? റിയൽ ടൈം ഷെഡ്യൂളറിന്റെ ഫീച്ചർ അല്ലാത്തത്.
റിയൽ ടൈം ഷെഡ്യൂളർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് പ്രിയംറ്റീവ് എക്സിക്യൂഷൻ ആണ്. പ്രിയംറ്റീവ് ആയിരിക്കും ഓൾവേസ്. പിന്നെ അതിന് ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ ഉണ്ടാവാം, അതേപോലെ പ്രയോറിറ്റി ബേസ്ഡ് എക്സിക്യൂഷനും ഉണ്ടാവാം. ഓക്കെ, പക്ഷെ ഒരിക്കലും എന്താവില്ല, നോൺ പ്രിയംറ്റീവ് ആവില്ല. അഥവാ ഇവിടെ പ്രിയംറ്റീവ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നോൺ പ്രിയംറ്റീവ്. അപ്പൊ അത് തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ നോട്ട് എ ഫീച്ചർ ആണ്, നോൺ പ്രിയംറ്റീവ് എക്സിക്യൂഷൻ ആണ് നോട്ട് എ ഫീച്ചർ. അങ്ങനെ ബാക്കി എല്ലാം അതിന്റെ ഫീച്ചേഴ്സ് ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗിവൺ ബിലോ ഈസ് എ കോഡ് സ്നിപ്പറ്റ് ഇൻ സി. വിച്ച് വേരിയബിൾ വിൽ ബി ഷെയർഡ് ബിറ്റ്വീൻ ടു ത്രെഡ്സ് എക്സിക്യൂട്ടിംഗ് ദ സെയിം കോഡ്. നോക്കുക, നമ്മൾ ഇവിടെ ഒരു കോഡ് തന്നിട്ടുണ്ട്, സി കോഡ് സ്നിപ്പറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ രണ്ട് ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പം ഏത് വേരിയബിളിനെയാണ് ഷെയർ ചെയ്യുക? നമ്മൾക്ക് അറിയാം, നോർമലി ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഗ്ലോബൽ വേരിയബിൾ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടുത്തെ കേസിൽ മൈ ഏജ് ഗ്ലോബൽ ആണ്, മൈ മാർക്ക് എന്ന് പറയുമ്പോൾ ലോക്കൽ വേരിയബിൾ ആണ്. സോ മൈ ഏജ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേരിയബിൾ ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 24 നോക്കുക. എ യൂസർ ഡസ് നോട്ട് ഹാവ് എക്സിക്യൂട്ടബിൾ പെർമിഷൻ. യൂസറിന് എക്സിക്യൂട്ടബിൾ പെർമിഷൻ ഇല്ല ഫോർ എ ഗിവൺ ഫയൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമാൻഡ് ക്യാൻ ബി യൂസർ ടു അപ്ഡേറ്റ് പെർമിഷൻ? CH മോഡാണ്, അഥവാ ചേഞ്ച് മോഡ് എന്നാണ് CH മോഡിന്റെ ഫുൾ ഫോം അല്ലെ. മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് എക്സിക്യൂട്ടബിൾ പെർമിഷൻ ആഡ് ചെയ്യാം. ഇനി അത് ഓൾറെഡി ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം അല്ലെ. അതേപോലെ റീഡ് പെർമിഷൻ ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, റൈറ്റ് പെർമിഷൻ ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം. സോ റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട്, ഈ 3 പെർമിഷൻസും ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് CH മോഡാണ്, ചേഞ്ച് മോഡ്. സോ ആൻസർ ബി ആണ്. 25 നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ബൂട്ട് ലോഡർ? ബൂട്ട് ലോഡറിന്റെ ഫംഗ്ഷൻ അല്ലാത്തത്, നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ബൂട്ട് ലോഡർ ആണ്. അപ്പോൾ ബൂട്ട് ലോഡറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബൂട്ട് ലോഡർ അതല്ലെങ്കിൽ മുന്നേ നമ്മുടെ ബയോസ് ഫംവെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന പല ടാസ്കും ആരും ചെയ്യുന്നുണ്ട്, ബൂട്ട് ലോഡറും ചെയ്യുന്നുണ്ട്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നത് ബൂട്ട് ലോഡറിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അല്ലെ. ഇനി വെർച്വൽ മെമ്മറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മെമ്മറി മാനേജ് ചെയ്യുന്നത് മൊത്തം, ഈവൻ വെർച്വൽ മെമ്മറി ആണെങ്കിലും സെക്കൻഡറി മെമ്മറി ആണെങ്കിലും ഒക്കെ മാനേജ് ചെയ്യുന്ന ആരാണ്? അതിനെ മാനേജ് ചെയ്യുന്നത് OS ആണ്. കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചിട്ടുള്ളത്? വെർച്വൽ മെമ്മറി മാനേജ്മെന്റ്. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്ത് വരും? ആൻസർ നമ്മൾ ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. വെർച്വൽ മെമ്മറി മാനേജ്മെന്റ് ആണ് നമുക്ക് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ബൂട്ട് ലോഡർ. കാരണം മെമ്മറി ഇനീഷ്യലൈസേഷനും ഹാർഡ്വെയർ ഇനീഷ്യലൈസേഷനും ഒക്കെ ഐദർ ഫംവെയർ അല്ലെങ്കിൽ ബൂട്ട് ലോഡർ ചെയ്യും. അതേപോലെ ലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ലോഡറാണ് ചെയ്യുക. പക്ഷെ വെർച്വൽ മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. 26 നോക്കുക. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് വെൻ ദ ഫോളോയിങ് ഷെൽ സ്ക്രിപ്റ്റ് നെയ്മഡ് ടെസ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ആസ്? ./ടെസ്റ്റ് നമ്മുടെ സ്ക്രിപ്റ്റിന്റെ നെയിം ആണ് ടെസ്റ്റ്. ഓക്കെ, അതിലേക്കുള്ള 3 പാരാമീറ്റേഴ്സ് ആണ് ആർഗ്യുമെന്റ്സ് ആയിട്ട് നമ്മൾ പാസ് ചെയ്യാണ്, 25, 26, 27. ദെൻ ഇത് നമുക്ക് നമ്മുടെ ബാച്ച് ഷെല്ല് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോഡാണ് അല്ലെ. അഥവാ ബിന്ന് SH എന്ന് പറഞ്ഞ ഈ ഒരു പാത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ പറയണ അവിടെയുള്ള ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞതിന് എക്സിക്യൂട്ട് ചെയ്യാം. സോറി. അപ്പം നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യാണ്? എക്കോ യുവർ നെയിം ഈസ് $1 ആൻഡ് യുവർ മാർക്ക് ഈസ് $2. ഈ $1 $2 നമ്മുടെ ആർഗ്യുമെന്റിന്റെ പൊസിഷൻ ആണ്. അപ്പം നമ്മുടെ ആർഗ്യുമെന്റ് നോക്കുക 25, 26, 27 ആണ്. സോ $1 എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ആർഗ്യുമെന്റും രണ്ടാമത്തെ ആർഗ്യുമെന്റും $2. സോ നമുക്ക് എന്ത് വരും? യുവർ നെയിം ഈസ് 25 ആൻഡ് യുവർ മാർക്ക് ഈസ് 26 എന്ന് വരും. സോ ഏതായിരിക്കും ആൻസർ? ഡി ആണ് ആൻസർ. 27 നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ഡിഫൈൻഡ് ദ കോംപ്ലക്സിറ്റീസ് ഫോർ ബെസ്റ്റ് പോസിബിൾ ഇൻപുട്ട്? ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫൈൻസ് ദ ടൈം കോംപ്ലക്സിറ്റി ഫോർ ദ ബെസ്റ്റ് പോസിബിൾ ഇൻപുട്ട് സിനാരിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ്. ഇവിടെ ഈ ഡിഫൈൻ ദ കോംപ്ലക്സിറ്റി, ഡിഫൈൻഡ് എന്നാണത്, ഡിഫൈൻ അല്ല, ഡിഫൈൻഡ് ദ കോംപ്ലക്സിറ്റി എന്നാണുള്ളത്, ഡിഫൈൻഡ്. അതേപോലെ തന്നെ ബെസ്റ്റ് പോസിബിൾ ഇൻപുട്ട് എന്നൊക്കെയാണ്. ബെസ്റ്റ് പോസിബിൾ ഇൻപുട്ട് അല്ല, ബെസ്റ്റ് പോസിബിൾ ഇൻപുട്ട് സിനാരിയോ ആണ്. അതിന്റെ കോംപ്ലക്സിറ്റി ആണ് കാണേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് എന്ത് വരും? ഇവിടുത്തെ ബെസ്റ്റ് ആയതുകൊണ്ട് ബെസ്റ്റ് കേസ് വരും. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയ എന്താ പറയാ, ഇത് ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ റോങ് ആണ്, ലോജിക്കലി റോങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഇത് ഡ്രോപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, 27 ക്വസ്റ്റ്യൻ. 28 നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് ADT? അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ആണ്, അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. നോക്കുക, അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പിൽ വരുന്ന എന്തൊക്കെയാണ്? നമ്മുടെ സ്റ്റാക്ക് ഉണ്ട്, ക്യൂ ഉണ്ട് അല്ലെ, ഇങ്ങനെയുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ്. അത് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. എന്താണ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ? അതൊരു മോഡലാണ് ഫോർ എ ഡാറ്റ ടൈപ്പ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റയിൽ ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്.
വിത്തൗട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് ഇംപ്ലിമെന്റേഷൻ, അഥവാ ഇംപ്ലിമെന്റേഷനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ഡാറ്റയിൽ എന്തൊക്കെ ഓപ്പറേഷൻ ആണ് ചെയ്യാൻ പറ്റുന്നത് ഡിഫൈൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ എന്താ പറയാ, അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചറിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. അഥവാ സ്റ്റാക്ക് ക്യൂ ഒക്കെ നോക്കുക. അപ്പൊ സ്റ്റാക്ക് നമുക്ക് സ്റ്റാക്കിൽ നമുക്ക് പുഷും പോപ്പും ഓപ്പറേഷൻ. സോ സ്റ്റാക്കിൽ ഈ രണ്ട് ഓപ്പറേഷൻ ആണ് ഉള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ക്യൂ ആണെങ്കിലോ, ക്യൂ ആണെങ്കിൽ എൻ ക്യൂ അതേപോലെ തന്നെ ഡി ക്യൂ അല്ലെ, എൻ ക്യൂ ഡി ക്യൂ ആണ് ഇൻസേർഷനും ഡിലീഷനും. ഇതേപോലെ ഓരോ ഡാറ്റ സ്ട്രക്ചറിലും എന്തൊക്കെ ഡാറ്റയാണ് ആ ഡാറ്റയിൽ എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യുന്ന ടൈപ്പ് ഡാറ്റ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. ഈ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് നോക്കുക, നമുക്ക് ഇംപ്ലിമെന്റേഷൻ അവിടെ ഇൻഡിപെൻഡന്റ് ആണ്. അഥവാ നമുക്ക് സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ അറേ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം. അതേപോലെ ക്യൂ ആണെങ്കിലൊക്കെ അറേ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം, ലിങ്ക് ലിസ്റ്റ് ഒക്കെ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം അല്ലെ. സോ അവിടെ ഇംപ്ലിമെന്റേഷൻ എന്തെല്ലാം മാറ്റർ അല്ല. സോ ഇവിടെ നോക്കുക, ദ ഡിഫറെന്റ് മൊഡ്യൂൾസ്, ഇവിടെ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ഓപ്ഷൻ, ദ ഡിഫറെന്റ് മൊഡ്യൂൾസ് ക്യാൻ ബി യൂസ്ഡ് ബൈ ഡിഫറെന്റ് പേഴ്സൺ ഫോർ ഡിഫറെന്റ് പർപ്പസ് വിത്ത് സ്മോൾ ചേഞ്ച്. യെസ്, അതാണ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഡിഫറെന്റ് മൊഡ്യൂൾ ഡിഫറെന്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. സോ എ കറക്റ്റ് ആണ്. ADTs എൻകറേജ് മോഡുലാരിറ്റി ഓഫ് ദ പ്രോഗ്രാമിംഗ്. യെസ്, മോഡുലാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ഫീച്ചർ. അതേപോലെ ബൈ യൂസിങ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് വി ക്യാൻ ചേഞ്ച് ഇംപ്ലിമെന്റേഷൻ ക്വിക്ലി. യെസ്, നമുക്ക് ഇംപ്ലിമെന്റേഷനും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അഥവാ ചെറിയ ചേഞ്ച് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അല്ലെ. സോ ഇവിടെ നമുക്ക് ഡിസ്അഡ്വാൻറ്റേജ് ചോദിച്ചിട്ടുള്ളത്, ഇതെല്ലാം അഡ്വാൻറ്റേജ് ആണ് അല്ലെ. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, നൺ ഓഫ് ദിസ്. 29 നോക്കുക, ദ അറേ വിച്ച് കണ്ടെയ്ൻ മെജോറിറ്റി ഓഫ് നോൺ സീറോ എലമെന്റ്. മെജോറിറ്റി ഓഫ് നോൺ സീറോ എലമെന്റിന് പ്രത്യേകിച്ചൊരു പേരൊന്നും നമ്മൾ പറയില്ല. മെജോറിറ്റി ഓഫ് എലമെന്റ് സീറോ ആണെങ്കിൽ, ഇപ്പൊ നോൺ അല്ല സീറോ ആണെങ്കിൽ നമുക്കറിയാം സ്പാർസ് മെട്രിക്സ് ആണെന്നുള്ളത് അല്ലെ, സ്പാർസ് മെട്രിക്സ് ആണ്. പക്ഷെ ഇവിടെ മെജോറിറ്റി ഓഫ് നോൺ സീറോ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അറേ ഇല്ല, അതിനെ നമ്മൾ ഒന്നും പറയില്ല. അതുകൊണ്ട് നൺ ഓഫ് ദ എബോവ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ദെൻ 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഫോർ ദ ഫോളോയിങ് കോഡ് ഹൗ മച്ച് മെമ്മറി ഈസ് അലോക്കേറ്റഡ്. ഇവിടെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ സ്ട്രക്ചർ തരുമ്പം അതിന് എത്ര മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ. ഇവിടെ ഇന്റ് എ, ഫ്ലോട്ട് ബി, ക്യാർ സി. ഇവിടെ നമുക്ക് എത്ര ബൈറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് ചോദിച്ചുള്ളത്. ഈ 30ാമത്തെ ക്വസ്റ്റ്യനും എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ക്യാൻസൽ ചെയ്യാനുള്ള കാരണം ഇതാണ്, ഇന്റിന്റെ ബൈറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ഇന്റിന്റെ സൈസ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഫാക്ടർ ഉണ്ട്. കാരണം എന്താണ്, ഇന്റ് 16 ബിറ്റ് വരെ ഉള്ള സിസ്റ്റങ്ങളിലൊക്കെ 2 ബൈറ്റ് ആയിരുന്നു. 32 അതേപോലെ 64 ബിറ്റ് ഒക്കെ ആയപ്പോൾ അത് 4 ബൈറ്റ് ആയി. അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ ടൈപ്പിന്റെ സൈസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആയിരുന്നു മുൻപൊക്കെ. ഇപ്പൊ മോഡേൺ സിസ്റ്റങ്ങളിലൊക്കെ 4 ആ വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് ഇവിടെ ഏത് സിസ്റ്റം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കണം. കാരണം 2 വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ആൻസർ തെറ്റാന്ന് പറയാൻ പറ്റില്ല. അതേപോലെ 4 വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ആൻസർ തെറ്റാന്ന് പറയാൻ പറ്റില്ല. ഫ്ലോട്ട് ഓൾവേസ് 4 ആണ്, ക്യാർ ഓൾവേസ് 1 ആണ് അല്ലെ. അപ്പം ഇന്റിന്റെ നമുക്ക് 4 എടുക്കുകയാണെങ്കിൽ 4 + 4 + 1 എന്ന് പറയുമ്പോൾ 9 വരും. അല്ല ഇന്ത്യ നമ്മൾ 2 എടുക്കുകയാണെങ്കിൽ 2 + 4 6ഉം 1ഉം 7 വരും. സോ ഇവിടെ ബിയും ഡിയും ആൻസർ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ആ കാര്യം മനസ്സിലാക്കണേ. ഇന്ത്യ എത്ര ബൈറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 ബിറ്റ് സിസ്റ്റം ആണെങ്കിൽ 2 ബൈറ്റ് ആണ്, 16 ബിറ്റ്. ഇനി 32 ഓർ 64 ബിറ്റ് ആണെങ്കിൽ 4 ബൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എത്ര ബൈറ്റ് ആണ് നമുക്ക് അവിടെ ചൂസ് ചെയ്യാം. ഇവിടെ അങ്ങനെ ഒന്നും പറയാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് ഏത് രീതിയിലും ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റാന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഏത് രീതിയിലും വരാം ആൻസർ, 7ഉം 9ഉം വരാം. 31 നോക്കുക, എ ക്ലാസ് ഈസ് കോൾഡ് കണ്ടെയ്നർ ക്ലാസ് ഇഫ്. എപ്പോഴാണ് ഒരു ക്ലാസ് കണ്ടെയ്നർ ക്ലാസ് എന്ന് പറയാ, ആ ക്ലാസ്സിൽ മറ്റൊരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഡാറ്റ മെമ്പർ ആയിട്ടുണ്ടാവും അല്ലെ. ഇറ്റ് കണ്ടെയ്ൻ ദ ഒബ്ജക്റ്റ് ഓഫ് അനദർ ക്ലാസ് ആസ് ഡാറ്റ മെമ്പർ അല്ല, ഇതാണ് ആൻസർ. ഒരു ക്ലാസ് കണ്ടെയ്നർ ക്ലാസ് എന്ന് പറയപ്പോഴാണ് ആ ക്ലാസ്സിൽ മറ്റൊരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഡാറ്റ മെമ്പർ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി 32 നോക്കുക, ഇന്റ് എ ഓഫ് 2 4. ഓക്കെ, നമ്മുടെ അറേ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വരുന്നത്, 2 4 എന്ന് പറയുമ്പോൾ നമുക്ക് 2 റോ ഉണ്ട് അല്ലെ. 2 റോ ആണ്, 4 കോളം ഉണ്ട്. അഥവാ 0 0 0 1 0 2 0 3 1 0 1 1 1 2 1 3 ഇങ്ങനെ വരുന്നത്. ദെൻ എ ഓഫ് 1 2. എ ഓഫ് 1 2 പറയുമ്പോൾ ഈ ലൊക്കേഷൻ ആണ് അല്ലെ. 1 2 പറയുമ്പോൾ ഇതാണ്. സോ എ ഓഫ് 1 2 പറയുമ്പോൾ എ ഓഫ് 0 ആണ് ഇത്. എ ഓഫ് 1 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ റോയില്, 2 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ കോളം അല്ലെ. ഈ സീക്വലന്റ് അഥവാ ഈ കോളത്തിലുള്ള വാല്യൂ ആണ് എ ഓഫ് 1 2 നമ്മൾ പറയാം.
A(1,2) എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ അഡ്രസ് അല്ല നമ്മൾ ആക്സസ് ചെയ്യണം, അറേ ആക്സസ് ചെയ്യണം. A(1,2) നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് ആ ലൊക്കേഷനിലുള്ള വാല്യൂ ആണ്. അപ്പം A(1,2) ഇവിടെ നമുക്ക് 12 എന്ന് പറഞ്ഞ വാല്യൂ അല്ലെങ്കിൽ 20 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂനെ നമുക്ക് കിട്ടുന്നത് അല്ലേ A(1,2) എന്ന് പറയുമ്പോൾ. അപ്പം അങ്ങനെ 20 കിട്ടുന്ന വേറെ ഏതൊക്കെയാണ് ഇതിൽ ഈക്വലന്റ് ആയിട്ടുള്ളത്? ഇപ്പൊ നോക്കുക, ഓപ്ഷൻ എ നോക്കുക. സ്റ്റാർ A+1+2. സ്റ്റാർ A+1 എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ എ എന്ന് പറയുമ്പോൾ നമ്മുടെ 0 ആണ്. അതിലേക്ക് 1 കൂട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? A(1) കിട്ടും. A(1) എന്നിട്ട് അതിന് സ്റ്റാർ കൊടുക്കുകയാണ്. അഥവാ A(1)ലുള്ള വാല്യൂ ആണ് അല്ലെ. എന്നിട്ട് അതിലേക്ക് 2 എന്ന് വരുമ്പോൾ നമുക്ക് ആക്ച്വലി ഈ ലൊക്കേഷനാണ് കിട്ടുന്നത്. പക്ഷെ അതിന്റെ അഡ്രസ് ആണ്, അതിലുള്ള വാല്യൂ കിട്ടുന്നില്ല. ആ അഡ്രസ് ആണ് A(1,2) എന്ന് പറഞ്ഞ അഡ്രസ് കിട്ടും. ഇനി ഇവിടെ നോക്കുക, രണ്ടാമത്തെ നോക്കുക. സ്റ്റാർ A+1. സ്റ്റാർ A+1 നമ്മൾ പറഞ്ഞു 0 ആണ്. 0+1 എന്ന് പറയുമ്പോൾ 1 വരും, അഥവാ A(1) വരും അല്ലെ. A(1) ആണ് ഈ സ്റ്റാർ എന്ന് പറയുമ്പോൾ വരുന്നത്, അതിലുള്ള വാല്യൂ പ്ലസ് 2 എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പം ഇവിടെ സ്റ്റാർ A+1 എന്ന് പറയുമ്പോൾ A(1) ആണ്. അതിലേക്ക് 2 കൂട്ടി പറയുമ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും അല്ലെ. A(2) കിട്ടും. ഈ ഒരു പൊസിഷൻ കിട്ടും. A(1,2) ഇങ്ങനെ കിട്ടും നമുക്ക്. A(1,2) കിട്ടും. അതിന്റെ സ്റ്റാർ എന്ന് പറയുമ്പോൾ അതിലുള്ള വാല്യൂ, ഇപ്പൊ നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്, 20 കിട്ടും അല്ലെ. ഇനി ഇവിടെ നോക്കുക, A(1) എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഈ ഒരു റോ ആണ്. അതിലേക്ക് 2 കൂട്ടാന്ന് പറയുമ്പോൾ ആ റോയില് രണ്ടാമത്തെ കോളം, രണ്ടാമത്തെ മീൻസ് 0th കോളം, 1th കോളം, 2th കോളം, അഥവാ ഈ കോളം തന്നെ അല്ലെ. അതിന്റെ സ്റ്റാർ എന്ന് പറയുമ്പോൾ അതിലുള്ള വാല്യൂ ആണ്. അപ്പൊ നോക്കുക, ഈ ബിയും സിയും നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്. സോ ബോത്ത് ബി ആൻഡ് സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 33 നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ പോളിഷ് നൊട്ടേഷൻ. പോളിഷ് നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പ്രിഫിക്സ് നൊട്ടേഷൻ നമ്മൾ പോളിഷ് നൊട്ടേഷൻ എന്ന് പറയാം. പോസ്റ്റ്ഫിക്സ് എന്താണ്? റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ ആണ് അല്ലെ. 34 നോക്കുക. ആൻ എലമെന്റ് ഓഫ് എ സ്റ്റാക്ക് ഈസ് റീഡ് ഇൻ ഓർഡർ ഓഫ് 1 ടൈം ഓൺലി ഇഫ് സ്റ്റാക്ക് ഈസ് സീക്വൻഷ്യലി ഇംപ്ലിമെന്റഡ്, സ്റ്റാക്ക് ഈസ് ഡൈനാമിക്കലി ഇംപ്ലിമെന്റഡ്. സ്റ്റാക്ക് ഈസ് സീക്വൻഷ്യലി ഇംപ്ലിമെന്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇംപ്ലിമെന്റേഷൻ വിത്ത് അറേ ആണ്. സ്റ്റാക്ക് ഈസ് ഡൈനാമിക്കലി ഇംപ്ലിമെന്റഡ് എന്ന് പറയുമ്പോൾ ഇംപ്ലിമെന്റേഷൻ വിത്ത് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. പക്ഷേ എങ്കിൽ നമുക്കറിയാം സ്റ്റാക്കിൽ റീഡ് ഓപ്പറേഷൻ അത് എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഓർഡർ ഓഫ് 1 ടൈമേ വരുള്ളൂ. സോ ഇറ്റ് ഡസന്റ് മാറ്റർ ഹൗ ദ സ്റ്റാക്ക് ഈസ് ഇംപ്ലിമെന്റഡ്. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. സീക്വൻഷ്യലി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും ഓർഡർ ഓഫ് 1 ആണ്, അതേപോലെ ഡൈനാമിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും ഓർഡർ ഓഫ് 1 ആണ്. പിന്നെ ബോത്ത് എ ബി ആകുമ്പോൾ അതും കറക്റ്റ് ആണ്. അതേപോലെ തന്നെ അവിടെ എന്തില്ല, മാറ്റർ അല്ല ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണുള്ളത്, അതും കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ ആക്ച്വലി ബെസ്റ്റ് സ്യൂട്ട് ആവുന്നത് എന്താണ്? ഇറ്റ് ഡസന്റ് മാറ്റർ ഹൗ ദ സ്റ്റാക്ക് ഈസ് ഇംപ്ലിമെന്റഡ്. അതാണ് ആക്ച്വലി കറക്റ്റ്. കാരണം നമ്മൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്താലും സ്റ്റാക്കിൽ നിന്ന് റീഡ് ചെയ്യാനുള്ള അതിന്റെ കോംപ്ലക്സിറ്റി ആണ് ഓർഡർ ഓഫ് 1 ആണ്. ഇനി 35 നോക്കുക. ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഡാറ്റ സ്ട്രക്ചർ ഫോർ ബൈനറി സെർച്ച്. ബൈനറി സെർച്ച് ചെയ്യാൻ ഡാറ്റ സ്ട്രക്ചർ ആയിട്ടുള്ള ലിങ്ക്ഡ് ലിസ്റ്റ് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, 36 നോക്കുക. ഈ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ഓഫ് സം ട്രീ പ്രൊഡ്യൂസ്ഡ് ദ സീക്വൻസ്. ഇത് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലാണ്. ദെൻ വിച്ച് എലമെന്റ് വിൽ ബി റൂട്ട് എലമെന്റ്. സോ നമുക്കറിയാം പോസ്റ്റ് ഓർഡർ ആകുമ്പോൾ ഓൾവേസ് എന്തായിരിക്കും? ലാസ്റ്റ് എലമെന്റ് ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ റൂട്ട് അല്ലെ. ലാസ്റ്റ് ആയിരിക്കും റൂട്ട്. നമ്മൾ പോസ്റ്റ് ഓർഡർ എങ്ങനെ എഴുതുക? ലെഫ്റ്റ് ചൈൽഡ് ദെൻ റൈറ്റ് ചൈൽഡ് ദെൻ റൂട്ട് അല്ലെ. നമ്മൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ലെഫ്റ്റ് ചൈൽഡ് ദെൻ റൈറ്റ് ചൈൽഡ് ദെൻ റൂട്ട് ആണ് വരുന്നത് പോസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഓൾവേസ് അവസാനം വരുന്നത് എന്തായിരിക്കും? റൂട്ട് ആയിരിക്കും. സോ എക്സ് ആണ് നമ്മുടെ റൂട്ട് എലമെന്റ്. 37 നോക്കുക. ദ വെർട്ടെക്സ് വിത്ത് ഡിഗ്രി 1 ഈസ് കോൾഡ്. ഡിഗ്രി 1 ഉള്ള വെർട്ടെക്സിനെ പറയുന്ന പേരാണ് ഇതെന്ന് പറഞ്ഞാല് പെൻഡന്റ് വെർട്ടെക്സ് അല്ലെ. ഡിഗ്രി 1 ആണ് പറഞ്ഞത്, അപ്പൊ പെൻഡന്റ് വെർട്ടെക്സ് ആണ്. ഒരു സിംഗിൾ വെർട്ടെക്സ് മാത്രമുള്ള ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? അതിന് ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് പറയും. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളതാണ് ഡിഗ്രി 1 ഉള്ളതാണ്. ഡിഗ്രി 1 ഉള്ളതെന്ന് പറയുമ്പോൾ ആ ഗ്രാഫിൽ വേറെയും വെർട്ടെക്സുകൾ ഉണ്ടാവാം, പക്ഷെ ഏതോ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? പെൻഡന്റ് വെർട്ടെക്സ് എന്ന് പറയും. ഇനി 38 നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ഹാഷിംഗ് പെർഫോംസ് ഇൻസേർഷൻ, ഡിലീഷൻ ആൻഡ് സെർച്ചിങ് ഇൻ കോൺസ്റ്റന്റ് ആവറേജ് ടൈം. യെസ്, ഹാഷിംഗ് നമുക്ക് ഓർഡർ ഓഫ് 1 ടൈം കൊണ്ട് ബെസ്റ്റിലും ഓർഡർ ഓഫ് n ടൈം കൊണ്ട് വേസ്റ്റ് കേസിലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഹാഷിംഗിൽ ഇൻസേർഷനും ഡിലീഷനും സെർച്ചിങ്ങും എല്ലാം ഓർഡർ ഓഫ് 1 ടൈം ആണ് ബെസ്റ്റ് കേസ് ആണെങ്കിൽ. ഇനി ഇത് മൂന്നും ഓർഡർ ഓഫ് n ടൈം ആണ് വേസ്റ്റ് കേസ് ആണെങ്കിൽ അല്ലെ. അപ്പം ഓൾവേസ് എന്താണ്? കോൺസ്റ്റന്റ് ടൈം ആണ് നമുക്ക് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഇനി ബി നോക്കുക. എ സെപ്പറേറ്റ് ചെയിനിങ് ടെക്നിക് ഓഫ് ഹാഷിംഗ് ഈസ് പോപ്പുലർ ആൻഡ് സ്പേസ് എഫിഷ്യന്റ് ആൾട്ടർനേറ്റീവ് ടു ക്വാഡ്രാറ്റിക് പ്രോബിംഗ്. അപ്പൊ സെപ്പറേറ്റ് ചെയിനിങ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് വെച്ചാണ് എന്ത് ചെയ്യുന്നുണ്ട്? ഹാഷിംഗിൽ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ സെപ്പറേറ്റ് ചെയിനിങ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം തന്നെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്പേസ് എഫിഷ്യന്റ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് പ്രോബിംഗും ഉണ്ട് അല്ലെ. ക്വാഡ്രാറ്റിക് പ്രോബിംഗ് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരിക?
നമ്മൾ വേരിയബിൾ സൈസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അല്ലെ ഡൈനാമിക് ആയിട്ടൊക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വാഡ്രാറ്റിക് പ്രോബിങ്ങും ചൂസ് ചെയ്യാം. സോ ബിയും കറക്റ്റ് ആണ്. ഇനി സി നോക്കുക, കമ്പൈലേഴ്സ് യൂസ് ഹാഷ് ടേബിൾ കോൾഡ് സിമ്പിൾ ടേബിൾ ടു കീപ് ട്രാക്ക് ഓഫ് ഡിക്ലെയർഡ് വേരിയബിൾ ഇൻ ദ സോഴ്സ് കോഡ്. യെസ്, അതും കറക്റ്റ് ആണ്. അഥവാ നമ്മൾ കമ്പൈലറിൽ ഹാഷ് ടേബിൾ അഥവാ സിമ്പിൾ ടേബിൾ എന്ന് പറഞ്ഞൊരു ഡാറ്റ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ, ഐഡന്റിഫയേഴ്സ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ സ്റ്റോർ ചെയ്യാനും അതിനെ ട്രാക്ക് ചെയ്യാനും, അഥവാ ആ ഐഡന്റിഫയറിൽ വരുന്നതാണ് വേരിയബിൾസ് ഒക്കെ. സോ ഡിക്ലെയർ ആയിട്ടുള്ള വേരിയബിൾസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനൊക്കെ സ്റ്റോർ ചെയ്തിട്ട് അതിനൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടുത്തെ കേസിൽ ഓൾ ഓഫ് ദ എബോ എന്താണ്? കറക്റ്റ് ആണ്. 39 നോക്കുക. ദ ഫ്യൂച്ചർ വിച്ച് ഇൻഡിക്കേറ്റ്സ് കോഡ് റീയൂസബിലിറ്റി ഇൻ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ കോഡ് റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഏതിന്റെ പ്രത്യേകതയാണ്? ഇൻഹെറിറ്റൻസിന്റെ പ്രത്യേകതയാണ് അല്ലെ. 39 ബി ആണ് ആൻസർ വരുന്നത്. 40 നോക്കുക. റാപ്പർ ക്ലാസ് ഇൻ ജാവ ഈസ്. റാപ്പർ ക്ലാസ് എന്താന്ന് വെച്ചുള്ളത്, ഓരോ പ്രിമിറ്റീവ് ടൈപ്പിനും എന്തുണ്ടാവും? ദർ ഇസ് എ കറസ്പോണ്ടിങ് ജാവ റാപ്പർ ക്ലാസ്. അഥവാ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടൈപ്പാണ് അവിടെ ഉണ്ടാവുക. അഥവാ ബൂളിയൻ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിന് ബൂളിയൻ എന്ന് പറഞ്ഞ റാപ്പർ ക്ലാസ് ഉണ്ട്. ബൈറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിന് ബൈറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് റാപ്പർ ക്ലാസ് ഉണ്ട്. അതേപോലെ ക്യാറിന് ക്യാരക്ടർ എന്ന് പറഞ്ഞ റാപ്പർ ക്ലാസ് ഉണ്ട്. ഫ്ലോട്ടിന് ഫ്ലോട്ട് എന്ന് പറഞ്ഞ റാപ്പർ ക്ലാസ് ഉണ്ട്. ഇന്റിന് ഇന്റീജർ എന്ന് പറഞ്ഞ റാപ്പർ ക്ലാസ് ഉണ്ട് അല്ലെ. അപ്പം അഥവാ ഇത്രയേ ഉള്ളൂ. ക്യാർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ ക്യാരക്ടർ ആണ് ക്യാരക്ടർ, അതാണ് അതിന്റെ റാപ്പർ ക്ലാസ്. ഇന്റ് എന്ന് പറഞ്ഞത് ഡാറ്റ ടൈപ്പ് ആണ്. ഇന്റീജർ ആണ് അതിന്റെ റാപ്പർ ക്ലാസ്. അങ്ങനെ ജാവയിൽ ഓരോ ഡാറ്റ ടൈപ്പിനും അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന എൻക്യാപ്സുലേറ്റ് ചെയ്യുന്ന എന്തുണ്ട്? റാപ്പർ ക്ലാസ് ഉണ്ട്. സോ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പുകളെ എൻക്യാപ്സുലേറ്റ് ചെയ്യാനാണ് റാപ്പർ ക്ലാസ് യൂസ് ചെയ്യുന്നത്. 41 നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ വാലിഡ് വേ ഫോർ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഫോർ ആൻ ഇന്റീജർ ബൈ ഇൻ C++. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ C++ൽ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ളത് ചോദിച്ചുള്ളത്? നോക്കുക. ഇന്റ് സ്റ്റാർ ഈക്വൽ ടു ന്യൂ ഇന്റ് ഓഫ് 10. ഇവിടെ ഡിക്ലറേഷനും അസൈൻമെന്റും കൂടെ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ ചെയ്താണ്. ഇത് കറക്റ്റ് ആണ്. ഇന്റ് സ്റ്റാർ പി, അത് നമ്മൾ സ്റ്റാർ പി എന്ന് പറഞ്ഞ് നമ്മൾ പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് പി ഈക്വൽ ടു ന്യൂ ഇന്റ് എന്ന് പറഞ്ഞു അല്ലെ. അതിനുശേഷം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? വാല്യൂ അസൈൻ ചെയ്തു. 3 ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ചെയ്തിട്ട് അതിലേക്ക് വാല്യൂ കൊടുക്കുകയാണ്. ഇതും കറക്റ്റ് ആണ്. ഇങ്ങനെയും ചെയ്യാം. അതേപോലെ ഇന്റ് സ്റ്റാർ പി നമ്മളിവിടെ മുകളിൽ ബിയിൽ ഡിക്ലെയർ ചെയ്ത പോലെ തന്നെ സിയിലും ഡിക്ലെയർ ചെയ്തു. ആ ഡിക്ലെയർ ചെയ്യുന്ന സമയത്തിന് നമ്മൾ പറയണം അതിന്റെ വാല്യൂ നള്ളാണ്. നമുക്ക് അങ്ങനെ നള്ളായിട്ട് ഡിക്ലെയർ ചെയ്യാം അല്ലെ. പിന്നീട് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പി ഈക്വൽ ടു ന്യൂ ഇന്റ്, സെയിം പി ഈക്വൽ ടു ന്യൂ ഇന്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ പി ഈക്വൽ ടു 10, സ്റ്റാർ പി ഈക്വൽ ടു 10. സോ ഇങ്ങനെ നമുക്ക് ചെയ്യാം. സോ ഡി ആണ്. 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാലിഡ് ആയിട്ടുള്ള മെത്തേഡാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉള്ളത്. 42 നോക്കുക. In order to assign a value of 66 to the variable year, which of following can be used within an applet tag? Applet tagൽ നമുക്ക് സപ്പോസ് 66 എന്ന് പറഞ്ഞ വാല്യൂ ഒരു വേരിയബിൾ ഇയറിലേക്ക് നമുക്ക് അസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ഇങ്ങനെയാണ്. പരാം നെയിം ഈക്വൽ ടു നമ്പർ വാല്യൂ ഈക്വൽ ടു 66 അല്ലെ. സോ ഇവിടെ ആക്ച്വലി ഇവിടെ പറഞ്ഞ ഇൻ ഓർഡർ ടു അസൈൻ വാല്യൂ ഓഫ് 66 ടു ദ വേരിയബിൾ ഇയർ ആണ്. ആക്ച്വലി ഇവിടെ നമ്പർ അല്ല വരിക, ഇയർ ആണ് വരിക. പക്ഷെ ഇങ്ങനെ ഒരു പരാം നെയിം ഈക്വൽ ടു ഇയർ വാല്യൂ ഈക്വൽ ടു 66 എന്നൊരു സാധനം ഇവിടെ അല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബെസ്റ്റ് കറക്റ്റ് ആണ് എന്താണ്? സി ആണ്. അപ്പം ഓൾവേസ് ഇങ്ങനെയാണ്. പരാം എന്ന് പറഞ്ഞ ടാഗ് ആണ്. അതിൽ നെയിം ഈക്വൽ ടു ആ വേരിയബിളിന്റെ നെയിം, നമ്പർ അല്ല ഇവിടെ എന്തൊരു ആക്ച്വലി ഇയർ വരും. അതേപോലെ വാല്യൂ എന്ന് പറയാൻ അതിന്റെ വാല്യൂ 66 വരും. വാല്യൂ ഈക്വൽ ടു 66. ഇനി 43 നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ആർ ഇൻവോക്ഡ് വെൻ ആൻ ആപ്ലെറ്റ് ബിഗിൻസ്. ഒരു ആപ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഇൻവോക്ക് ചെയ്യുക? ആദ്യം ഇനിറ്റ് വരും അല്ലെ. ഇനിറ്റ് വരും, ദെൻ സ്റ്റാർട്ട് വരും, ദെൻ പെയിന്റ് വരും, ദെൻ സ്റ്റോപ്പ്, ദെൻ ഡിസ്ട്രോയ് അല്ലെ. ഡിസ്ട്രോയ്. സോ ഇങ്ങനെ 5 മെത്തേഡ്സ് ആണ് ആപ്ലെറ്റിലുള്ളത്. ആദ്യം ഇനിറ്റ് ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ അത് ഒറ്റ തവണ മാത്രമാണ് ഒരു ആപ്ലെറ്റിന്റെ ലൈഫ് സൈക്കിളിൽ അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സ്റ്റാർട്ട് നമുക്ക് എനി നമ്പർ ഓഫ് ടൈം എക്സിക്യൂട്ട് ചെയ്യാം ഓരോ പ്രാവശ്യം. പെയിന്റ് അത് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റോപ്പ് നമുക്ക് ആപ്ലെറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ. ഡിസ്ട്രോയ് നമുക്ക് മെമ്മറിയിൽ നിന്ന് റിലീസ് ചെയ്യണം അല്ലെ. സോ ഇവിടെ നോക്കുക. ഇനിറ്റ് സ്റ്റാർട്ട് പെയിന്റ്, സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അതാണ് ഓർഡർ. 44 നോക്കുക. ക്യാൻ ദ മെത്തേഡ് മെയിൻ ബി ഓവർലോഡഡ് ഇൻ ജാവ. ജാവയിൽ മെയിൻ മെത്തേഡ് ഓവർലോഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റും അല്ലെ. ദെൻ മെയിൻ മെത്തേഡ് ക്യാൻ ബി ഓവർലോഡഡ്. യെസ്.
എങ്ങനെയാണ് നമ്മൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ അല്ലെ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് സ്ട്രിങ് ആർഗ്, അങ്ങനെ നമ്മൾ എഴുതിയാണ് നോർമലി ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഇതാണല്ലോ ചെയ്യല്. അപ്പം ഇതാണ് ആക്ച്വലി നമ്മൾ ഡീഫോൾട്ട് ആയിട്ടുള്ള നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞാല്. ഇനി ഇതല്ലാതെ നമുക്ക് നേരം പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഇന്റ് എ എന്ന് എഴുതാൻ പറ്റും. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഫ്ലോട്ട് ബി, ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. അപ്പം എന്തായി, നമ്മളൊരു പ്രോഗ്രാമിൽ ഇങ്ങനെ മൂന്നെണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ മൂന്ന് മെയിൻ ഉണ്ടാവില്ലേ. അപ്പൊ മെയിൻ ഓവർലോഡ് ചെയ്യാണ്. ഓവർലോഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റം വരുത്തണം. ബാക്കി പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ അതേപോലെ നമുക്ക് ചൂസ് ചെയ്യാം, പക്ഷെ ഇവിടെ മാറ്റം വരുത്തണം. പിന്നെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെന്റ്, സ്ട്രിങ്ങിന്റെ ഒരു അറേ ആർഗ്യുമെന്റുകളാണ് ഡീഫോൾട്ട് ആയിട്ട് മെയിൻ ലോഡ് ചെയ്യുക. അപ്പൊ ബാക്കിയുള്ള ഈ മെയിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ കോൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ മെയിനൊക്കെ വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ മെയിൻ, മൾട്ടിപ്പിൾ മെയിൻ മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർലോഡ് ചെയ്യാൻ പറ്റും ജാവയിലാണ്. C++ലും സിയിലൊന്നും പറ്റില്ല. 45 നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ലെജിറ്റിമേറ്റ് ത്രെഡ് സ്റ്റേറ്റ് ഇൻ ജാവ. ജാവയിലുള്ള ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള നോട്ട് ലെജിറ്റിമേറ്റ് ത്രെഡ് സ്റ്റേറ്റ് ആയിട്ടുള്ളത്. അപ്പൊ ലെജിറ്റിമേറ്റ് ത്രെഡ് സ്റ്റേറ്റ് എന്തൊക്കെയാണ്, അഥവാ ഇതിൽ ത്രെഡ് സ്റ്റേറ്റ് അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചുള്ളത് ഇവിടെ അല്ലെ. സോ ത്രെഡിന്റെ സ്റ്റേറ്റുകൾ നമുക്ക് അറിയാം ഏതൊക്കെയാണെന്നുള്ളത്. ഏതൊക്കെയാണ്, നമുക്ക് ന്യൂ ഉണ്ട്. ദെൻ ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, നമ്മൾ പുതിയൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യണം. അടുത്തത് റണ്ണബിൾ ഉണ്ട്. റണ്ണബിൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വെയിറ്റിംഗ് ടു റൺ ആണ്, അല്ലെങ്കിൽ അഥവാ റെഡി ടു റൺ. വെയിറ്റിംഗ് അല്ല, റെഡി ടു റൺ. ഇപ്പൊ ന്യൂ ഒരു സ്റ്റേറ്റ് ആണ്, രണ്ടാമത്തെ റണ്ണബിൾ ആണ്. റണ്ണബിൾ എന്ന് പറയുമ്പോൾ ന്യൂ പുതിയ ത്രെഡ് ക്രിയേറ്റ് ചെയ്താണ്. പിന്നെ റണ്ണബിൾ എന്ന് പറയുമ്പോൾ റെഡി ടു റൺ അല്ലെങ്കിൽ കറന്റ് റണ്ണിങ് ആയിട്ടുള്ളതാണ്. പിന്നെ ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു സ്റ്റേറ്റ് ഉണ്ട്, ബ്ലോക്ക്ഡ്. ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് ടു അക്വയർ ലോക്ക് ആണ്, ലോക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ. ഇനി എന്തുണ്ട്, വെയിറ്റിംഗ് ഉണ്ട്. വെയിറ്റിംഗ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡെഫിനിറ്റ്ലി വെയിറ്റ് ചെയ്യാണ് മറ്റൊരു ത്രെഡ് ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ വെയിറ്റിംഗ് എന്ന് പറയാം. അതേപോലെ തന്നെ വേറൊരു വെയിറ്റിംഗ് ഉണ്ട്, ടൈംഡ് വെയിറ്റിംഗ് എന്ന് പറയും അല്ലെ. വെയിറ്റിംഗ് ടൈംഡ് വെയിറ്റിംഗ് ഉണ്ട്. അഥവാ അവിടെ സ്പെസിഫിക് ടൈം ഉണ്ടാവില്ല, സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ടൈം വരെയാണ് ആ ത്രെഡ് വെയിറ്റ് ചെയ്യുന്നത്. പിന്നുള്ളത് ടെർമിനേറ്റഡ് ആണ്. ടെർമിനേറ്റഡ്. അപ്പൊ നോക്കുക, ന്യൂ, റണ്ണബിൾ, ബ്ലോക്ക്ഡ്, വെയിറ്റിംഗ്, ടൈംഡ് വെയിറ്റിംഗ്, ടെർമിനേറ്റഡ്. ഇത്രയാണ് നമ്മുടെ ത്രെഡിന്റെ സ്റ്റേറ്റുകൾ, ഈ 6. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുക, ന്യൂ ഉണ്ട്, വെയിറ്റിംഗ് ഉണ്ട്, റണ്ണബിൾ ഉണ്ട്. എക്സിക്യൂട്ടിംഗ് എന്നൊരു എന്തില്ല, സ്റ്റേറ്റ് ഇല്ല. സോ ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 46 നോക്കുക. ചൂസ് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ട്രൂ റിഗാർഡിംഗ് പോളിമോർഫിസം. An overridden method can be more restrictive than superclass method. An overridden method can be less restrictive than superclass method. Overloaded method cannot change the return type. Constructor cannot be overridden. നോക്കുക, കൺസ്ട്രക്ടർ cannot be overridden എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കൺസ്ട്രക്ടറിന് നമുക്ക് എന്ത് പറ്റും, സോറി, ഇവിടെ ട്രൂ ആയിട്ടുള്ള പറഞ്ഞത് അല്ലേ. കൺസ്ട്രക്ടർ നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല, ഓവർലോഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല, ഓവർലോഡാ പറ്റുള്ളൂ. ഇത് തെറ്റാണ്. ഇനി ഓവർലോഡഡ് മെത്തേഡ് കനോട്ട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടൈപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ. ഇത് തെറ്റാണ്. കനോട്ട് അല്ല, ക്യാൻ ചേഞ്ച് ചെയ്യുന്ന റിട്ടേൺ ടൈപ്പ് ആണ്. ഇവിടെ കനോട്ട് അല്ല വരിക. അപ്പൊ ഇതും തെറ്റാണ്. ഇനി ആൻ ഓവർലോഡഡ് മെത്തേഡ് ക്യാൻ ബി ലെസ് റെസ്ട്രിക്റ്റീവ് ദാൻ സൂപ്പർ ക്ലാസ് മെത്തേഡ്. ലെസ് റെസ്ട്രിക്റ്റീവ് ആവാൻ പാടില്ല. നമുക്ക് ആക്ച്വലി എന്താവേണ്ടത്, സോറി, ലെസ് റെസ്ട്രിക്റ്റീവ് ആണ് ആവുക അല്ലെ, മോർ റെസ്ട്രിക്റ്റീവ് ആവാൻ പാടില്ല. മോർ റെസ്ട്രിക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, സപ്പോസ് പാരന്റ് മെത്തേഡിൽ പബ്ലിക് ആണെന്ന് വിചാരിക്കുക. പബ്ലിക് ആണ് അതിന്റെ എന്ത്, വിസിബിലിറ്റി മോഡ്. ഓക്കെ, ഒരു പാരന്റ് മെത്തേഡ് ഉണ്ട്, സൂപ്പർ മെത്തേഡ്. അത് പബ്ലിക് ആണ് അതിന്റെ വിസിബിലിറ്റി മോഡെങ്കിൽ ഓവർ റൈഡ് ചെയ്തത് ഒരിക്കലും എന്താവാൻ പാടില്ല, പ്രൊട്ടക്റ്റും പ്രൈവറ്റും ആവാൻ പാടില്ല. ഓക്കെ, അപ്പൊ മോർ റെസ്ട്രിക്റ്റീവ് ആവാൻ പാടില്ല. പ്രൊട്ടക്റ്റും പ്രൈവറ്റും ആകുമ്പോൾ റെസ്ട്രിക്ഷൻ കൂടുകയാണ്. പബ്ലിക് പറയുമ്പോൾ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. സോ മോർ റെസ്ട്രിക്ഷൻ ആവാൻ പാടില്ല അല്ലെ. അപ്പൊ നോക്കുക, ഇവിടെ ഇതാണ് ഓവർറൈഡ് മെത്തേഡ് ക്യാൻ ബി ലെസ് റെസ്ട്രിക്റ്റീവ് ആണ്. സോ ആൻസർ ബി ആണ് വരുന്നത്. ഇനി 47 നോക്കുക. ഇൻ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ഇഫ് ക്ലാസ് സി ഇൻഹെറിറ്റ് ടു ക്ലാസ്സസ് എ ആൻഡ് ബി ആസ് ഫോളോസ്, വിച്ച് കൺസ്ട്രക്ടർ വിൽ ബി കോൾഡ് ഫസ്റ്റ്. ഇതിൽ ഏത് കൺസ്ട്രക്ടർ ആണ് ഫസ്റ്റ് കോൾ ചെയ്യാന്ന് ചോദിച്ചുള്ളത്. C++ൽ നമുക്കറിയാം മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ കേസിൽ അല്ലെ, നമുക്ക് മൾട്ടിപ്പിൾ ബേസ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്ലാസ്സിലേക്ക് ഡിറൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിറൈവ് ചെയ്യുന്ന ഓർഡർ ഉണ്ടല്ലോ, അഥവാ നമ്മളെ കൺസ്ട്രക്ടേഴ്സിന്റെ ഓർഡർ, അതിന് അനുസരിച്ചാണ് എന്ത് വരിക, നമ്മൾ
ഇതാ കൺസ്ട്രക്ടർ കോൾ ചെയ്യുക. അഥവാ ഇവിടെ നമുക്ക് ആദ്യം ക്ലാസ് എ ദെൻ ക്ലാസ് ബി ആണല്ലോ, ഈ ഓർഡറിലാണ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുക. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൽ നമ്മൾ മൾട്ടിപ്പിൾ ക്ലാസ് നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സോ ഇവിടെ ക്ലാസ് എ ആയിരിക്കും ആദ്യം, അല്ലെ? അഥവാ എന്റെ കൺസ്ട്രക്ടറിനെ നമ്മൾ ആദ്യം കോൾ ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ് ഇൻ ദ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അബ്സ്ട്രാക്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുക? നമ്മൾ ബൈ യൂസിങ് ദ പ്യൂർ വെർച്വൽ ഫംഗ്ഷൻ ഇൻ ദ ക്ലാസ്. യെസ്, പ്യൂർ വെർച്വൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അഥവാ നമ്മൾ ഒരു ക്ലാസ്സിലുള്ള എല്ലാ മെത്തേഡിനെയും പ്യൂർ വെർച്വൽ ഫംഗ്ഷൻ ആക്കി കഴിഞ്ഞാൽ ആ ക്ലാസ് എന്തായി മാറും? അബ്സ്ട്രാക്ട് ക്ലാസ് ആയി മാറും. നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് പഠിച്ചത് അല്ലേ? അഥവാ പ്യൂർ വെർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് എന്തുണ്ടാവില്ല, ഡെഫിനിഷൻ ഉണ്ടാവില്ല, അല്ലെ? ജസ്റ്റ് അതിന്റെ ആ ഒരു ഇന്റർഫേസ് അഥവാ അതിന്റെ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, സിഗ്നേച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ? അതിന് എന്തുണ്ടാവില്ല, ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവില്ല. 49 നോക്കുക. ദ കോൺസെപ്റ്റ് ഈ ലേറ്റ് ബൈൻഡിങ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് യൂസിങ്. ലേറ്റ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ബൈൻഡിങ്, അല്ലെ? ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുമ്പോൾ റൺ ടൈം പോളിമോർഫിസം ആണ്. റൺ ടൈം പോളിമോർഫിസം നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ത്രൂ വെർച്വൽ ഫംഗ്ഷനിലൂടെയാണ്. അങ്ങനെ വെർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വരുന്നതാണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ് അല്ല, ഫംഗ്ഷൻ ഓവർ റൈഡിംഗ് ആണ്. അഥവാ ഫംഗ്ഷൻ അതിന്റെ സിഗ്നേച്ചർ ഒക്കെ എക്സാക്ട്ലി സെയിം ആയിരിക്കും. സോ നമ്മൾ അതിന്റെ ഒബ്ജക്റ്റ് ടൈപ്പിനനുസരിച്ച്, ആക്ച്വൽ ആയുള്ള അതിന്റെ ഒബ്ജക്ട് ടൈപ്പിനനുസരിച്ചാണ് റൺ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കാളിനെ റിസോൾവ് ചെയ്യുന്നത്, ഏത് ഫംഗ്ഷനെയാണ് നമ്മൾ കോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ വെർച്വൽ ഫംഗ്ഷന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് റൺ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യുന്നത്. ആ റൺ ടൈം പോളിമോർഫിസിനെയാണ് നമ്മൾ ലേറ്റ് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഇനി 50 നോക്കാം. വാട്ട് ഡസ് ദ STD എക്സെപ്ഷൻ ക്ലാസ് റെപ്രസെന്റ് ഇൻ C++? STD സ്കോപ്പ് റിസൊല്യൂഷൻ ഓപ്പറേറ്റർ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതെന്താണ്? ഇതാണ് നമ്മളെ എക്സെപ്ഷൻ ക്ലാസിന്റെ ബേസ് ക്ലാസ് ആയിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡ് എക്സെപ്ഷന്റെയും ബേസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞ ക്ലാസ് ആണ്. സോ ദ ബേസ് ക്ലാസ് ഫോർ ഓൾ സ്റ്റാൻഡേർഡ് എക്സെപ്ഷൻസ്. ഓക്കെ, എല്ലാ സ്റ്റാൻഡേർഡ് എക്സെപ്ഷൻ ക്ലാസിന്റെയും ബേസ് ക്ലാസ് ആണ് STD സ്കോപ്പ് റിസൊല്യൂഷൻ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ C++ൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 1 ആയിട്ട്. സോ പാർട്ട് 2 നമുക്ക് ഇതിന്റെ ബാക്കി 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.